ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് പ്രഭാതത്തിൽ എവിടെയാണ്? മ്യൂസിയത്തിൽ ഒരുപാട് തിരക്കുകളുള്ള, രാവിലെ അതിവേഗത്തിൽ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ട്. ഈ വ്യായാമവുമായി വളരെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരുപാട് പേര് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പോൾ ഇന്ന് രാവിലെ വാർത്തയും വർത്തമാനവും വിശേഷങ്ങളൊക്കെ എത്തുമ്പോൾ നമുക്ക് മോർണിംഗ് വൈബ്സിൽ ഒരു അതിഥി കൂടിയുണ്ട്. ഈ അതിഥിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തുന്ന സാഹചര്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ അറിയാം. അല്പം നമുക്ക് ഒരു ആസ്വദിക്കാൻ കഴിയുന്ന സംഗീതാത്മാവ്. നമസ്കാരം ഗോപൻ ചേട്ടാ. നമസ്കാരം. കല്ലറ ഗോപൻ എന്ന് പറഞ്ഞ ചേട്ടനെ ഞാനൊക്കെ ഉണ്ടല്ലോ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് തൊട്ടേ ദൂരദർശനിൽ കാണുന്നതാണ്. അത്രമാത്രം ഒരു സംഗീതത്തിന്റെ പഴക്കം ഉണ്ട്. അപ്പോ ഗോപൻ ചേട്ടന്റെ വിശേഷങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പ്രധാനമായും മോർണിംഗ് വൈബ്സിൽ പങ്കെടുപ്പിക്കുക, ഉൾക്കൊള്ളിക്കുക. അപ്പൊ എങ്ങനെ പോകുന്നു? ഓക്കെ, സുഖമായിരിക്കുന്നു. തിരുവനന്തപുരത്ത് ചൂടല്ലേ? ഇവിടെ മ്യൂസിയം ഞാൻ ഒരു സമയത്ത് ഇപ്പോഴേ കുറെ കാലമായി എല്ലാ ദിവസവും രാവിലെ വന്നോണ്ടിരുന്നാണ്. ഇപ്പൊ ഞങ്ങൾ കുറച്ച് ബട്ടറിക്കാവിലോട്ട് മാറി ഇങ്ങനെ ഇത്ര വരാറില്ല. നമ്മുടെ ആ പരിസരത്തേക്കുള്ള നടപ്പേ ഉള്ളൂ. അവിടെ ഭയങ്കര സുഖമാണ്, രസമാണ്. നമ്മുടെ ഈ മ്യൂസിയം എന്ന് പറയുന്നത് വളരെ വളരെ തിരുവനന്തപുരത്തിൽ ഏറ്റവും ശ്വാസകോശം എന്ന് പറയാം. തിരുവനന്തപുരത്തില്ലേ? എങ്ങനെ രാവിലെ വ്യായാമം ഉള്ള ആളാണോ? ഇപ്പൊ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ല. അത്യാവശ്യം നടപ്പ് കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ. പിന്നെ എന്താണ് ദൂരദർശൻ 85-ലാണെന്നോ ദൂരദർശൻ തുടങ്ങുന്നത്. ദൂരദർശൻ കണ്ടു എന്നല്ല പറഞ്ഞത്. ഞാൻ 1986 മോഡലാണ്. അത് ശരി. ദൂരദർശൻ തുടങ്ങുന്ന കാലത്ത് ഞാനും വേണുഗോപാൽ, ഒരു അലക്സ് ഉണ്ട്, ഒരു ചിത്രകല, ഇങ്ങനെ ഇത്രയും പേര് അടങ്ങുന്ന ഒരു ടീമിന്റെ പ്രോഗ്രാം അന്ന് ആദ്യ കാലഘട്ടത്തിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞങ്ങൾ പാട്ടുണ്ട്. 85-ല് പാടിട്ടുണ്ട്. അപ്പൊ ജനിക്കുമ്പോ മുതൽ ഞാൻ പാടുന്നത്. അതാണ് ഞാൻ പറഞ്ഞു. അന്നൊക്കെ ദൂരദർശനല്ലേ ഉള്ളൂ. അപ്പൊ ഞാനൊക്കെ വീട്ടിൽ ടി വി ഒക്കെ ആദ്യം വാങ്ങിയപ്പോൾ മുതൽ തന്നെ ടി വി തുറക്കുമ്പോൾ കാണുന്ന ചില മുഖങ്ങളുണ്ടല്ലോ, ആ മുഖങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അപ്പോ ആ മുഖങ്ങളിൽ ഒന്നായിരുന്നു കല്ലറ ഗോപൻ എന്ന് പറയുന്ന ഗായകനും എന്റെ ഒപ്പം നിൽക്കുന്ന ഗോപൻ ചേട്ടൻ. അപ്പൊ ഗോപൻ ചേട്ടൻ, നമുക്ക് ഈ വാർത്തകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയാണ് മോർണിംഗ് വൈബ്സിന്റെ യാത്ര. അപ്പൊ നമുക്കൊന്ന് കുറച്ച് വാർത്തകൾ അതിവേഗത്തിൽ വായിക്കുന്നതിനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ നിന്ന് ഭവ്യ ചേരുന്നുണ്ട്. ഭവ്യ, ഗുഡ് മോർണിംഗ്. നമുക്ക് ഗോപൻ ചേട്ടന്റെ വർത്തമാനങ്ങളിലേക്ക്, പാട്ടിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് പങ്കുവച്ച ശേഷം വരാം ഫാസ്റ്റ് ന്യൂസിലേക്ക്. തീർച്ചയായും നമുക്ക് ഫാസ്റ്റ് ന്യൂസ് നോക്കാം. ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 43 മരണം. ബെയിലി റോഡിലെ 7 നില കെട്ടിടത്തിലെ റെസ്റ്റോറന്റിലാണ് തീപിടുത്തമുണ്ടായത്. 12 പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു. 75 പേരെ രക്ഷപ്പെടുത്തി. അന്തരിച്ച റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലൻസ്കി നവൽനിയുടെ സംസ്കാരം ഇന്ന് മോസ്കോയിൽ നടക്കും. തെക്കൻ മോസ്കോയിലെ പള്ളിയിലാകും സംസ്കാര ചടങ്ങുകൾ. 2021 മുതൽ ആർട്ടിക് ജയിലിൽ തടവിലായിരുന്നു നവൽനി. വിവിധ കേസുകളിലായി 19 വർഷം നവൽനിക്ക് തടവ് ശിക്ഷ വിധിച്ചിരുന്നു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ 3 പേർ കൂടി കീഴടങ്ങി. കോളേജ് യൂണിയൻ ചെയർമാൻ അരുൺ, SFI കോളേജ് യൂണിയൻ സെക്രട്ടറി അമൽ ഇസ്ഫാൻ എന്നിവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ കീഴടങ്ങിയത്. മറ്റൊരു പ്രതി കൂടി കസ്റ്റഡിയിലുണ്ട്. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ്. മുഴുവൻ പ്രതികളെയും പിടികൂടാത്തതിൽ SFI ഒഴികെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരം ആരംഭിച്ചു. സർവകലാശാല അധികൃതർ അക്രമികൾക്ക് കൂട്ടുനിന്നുവെന്നും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ആരോപണം. വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി. സംഭവത്തിൽപ്പെട്ട പ്രതികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികളെ പിടികൂടാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറെന്ന് സിദ്ധാർത്ഥിന്റെ അമ്മ. നിയമ പോരാട്ടം തുടരും. നിലവിൽ പിടികൂടിയവർ മാത്രമല്ല, കേസിൽ ഇനിയും പ്രതികളെ പിടികൂടാനുണ്ടെന്നും സിദ്ധാർത്ഥിന്റെ അമ്മ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളുടെ ആദ്യ പട്ടിക ഇന്നുണ്ടായേക്കും. ഇന്നലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു. 120 വരെ സീറ്റുകളിലേക്കുള്ള പട്ടികയാകും ഇന്ന് പുറത്തിറക്കുക എന്നാണ് സൂചന. കേരളത്തിലെ 4ഓളം സീറ്റുകൾ, തമിഴ്നാട്ടിൽ പ്രധാന സീറ്റുകൾ, ഉത്തർപ്രദേശിലെ 20ഓളം സീറ്റുകൾ എന്നിവയിലെ BJP സ്ഥാനാർത്ഥികളെ ഇന്നറിയാൻ സാധിച്ചേക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലെ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഹൈക്കമാൻഡിന് സമർപ്പിച്ചു.
വയനാട്, ആലപ്പുഴ, കണ്ണൂർ സീറ്റുകളുടെ കാര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം നിർണായകമാകും. 3-ാം തീയതി KPCC നേതൃത്വം ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തും. ഇതിനു പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. സമരാഗ്നി സമാപന ചടങ്ങിൽ പ്രവർത്തകർക്ക് KPCC പ്രസിഡന്റിന്റെ വിമർശനം. പരിപാടി കഴിയും മുൻപ് പ്രവർത്തകർ മടങ്ങിയതിലാണ് വിമർശനം. കൊട്ടിഘോഷിച്ച് സമ്മേളനങ്ങൾ നടത്തും. കസേരകൾ നേരത്തെ ഒഴിയുമെന്ന് കെ സുധാകരൻ. സുധാകരന് VD സതീശന്റെ മറുപടി. 3 മണി മുതൽ പ്രവർത്തകർ കൊടും ചൂടിൽ വന്നിരുന്നുവെന്ന് VD സതീശൻ. പ്രവർത്തകർ വന്നിട്ട് 5 മണിക്കൂറായി. അവർ പോയതിൽ വിഷമം വേണ്ടായെന്നും VD സതീശൻ. ഇടുക്കി MP ഡീൻ കുര്യാക്കോസിന്റെ നിരാഹാര സമരത്തെ പരിഹസിച്ച MM മണി MLA. ഡീൻ കുര്യാക്കോസ് മൂന്നാറിലല്ല, പാർലമെന്റിലാണ് കുത്തിയിരിക്കേണ്ടതെന്ന് MM മണി. ഇപ്പോൾ കാണിക്കുന്നത് ചെപ്പടി വിദ്യ. MP എന്ന നിലയിൽ ഡീൻ ജനങ്ങളോട് നീതി പുലർത്തിയിട്ടില്ലെന്നും മണി. KPSCയുടെ ഓർമ്മകൾ അമ്മ വിജയകുമാരിക്കൊപ്പം പങ്കുവെച്ച നടൻ മുകേഷ്. പുനലൂരിലെ CPI ഓഫീസ് സന്ദർശനത്തിനിടെ ലഭിച്ച ഫോട്ടോയും താരം പങ്കുവച്ചു. KPSCയുടെ തുടക്കകാലത്തെ സെക്രട്ടറി പുനലൂരിലെ രാജഗോപാലൻ നായരും മുകേഷിന്റെ അച്ഛൻ O മാധവനും ഒന്നിച്ചുള്ള ഫോട്ടോയായിരുന്നു മുകേഷിന് ലഭിച്ചത്. കോഴിക്കോട് വിമാനത്താവളം വഴി പോകുന്ന ഹജ്ജ് തീർത്ഥാടകരുടെ യാത്രാക്കൂലി കുറച്ചു. കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം അറിയിച്ചതാണ് ഇക്കാര്യം. കോഴിക്കോട് എംബാർക്കേഷൻ പോയിന്റിലേക്ക് എയർ ഇന്ത്യ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് 1,65,000 രൂപ. ഇതിൽ 42,000 കുറവ്. മൂന്നാറിൽ വാഹനം തടഞ്ഞ് വീണ്ടും പടയപ്പ. രാജമലയിലാണ് പടയപ്പ വാഹനം തടഞ്ഞത്. തമിഴ്നാട് ട്രാൻസ്പോർട്ട് ബസിന് വഴിമുടക്കിയാണ് രാജമല 8-ാം മൈലിൽ പടയപ്പ നിലയുറപ്പിച്ചത്. ബസിന്റെ ചില്ല് തകർത്തു. ഒരാഴ്ചക്കിടയിൽ 3-ാം തവണയാണ് വാഹനങ്ങൾക്ക് നേരെ ആനയുടെ ആക്രമണം നടക്കുന്നത്. സംസ്ഥാനത്തെ 30 ലക്ഷം ആളുകൾ വന്യമൃഗാക്രമണ ഭീഷണി നേരിടുന്നതായി കണക്കുകൾ. കഴിഞ്ഞ 10 വർഷത്തിനിടെ വന്യമൃഗാക്രമണത്തിൽ മരിച്ചത് 1310 പേർ. കാട്ടാനയുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചതായും കണക്കുകൾ. കഴിഞ്ഞ 4 വർഷത്തിനിടെ കാട്ടാനയുടെ ആക്രമണത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 57 പേർ. ആത്മഹത്യാ ഭീഷണിയുമായി പെരിയ കേന്ദ്ര സർവകലാശാലയിലെ ഇംഗ്ലീഷ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഇഫ്തിഖർ അഹമ്മദ്. താൻ ആത്മഹത്യ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്വം SFIക്കും BCക്കുമാണെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ്. ആഭ്യന്തര പരാതി പരിഹാര കമ്മിറ്റി കുറ്റവിമുക്തമാക്കിയിട്ടും തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് ആരോപണം. വായനാശീലം കൂട്ടാനായി റീഡിംഗ് കോർണർ ഒരുക്കി കൈതക്കൽ ബ്രദേഴ്സ് ഗ്രന്ഥശാല. ചെറുകുന്നം സ്വദേശി N രാമകൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി മകൻ ഡോക്ടർ VR പ്രകാശ് സമർപ്പിച്ച 1000 പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയാണ് റീഡിംഗ് കോർണർ. തെങ്ങകം മുകുളവിളയിൽ മാധവന്റെ സ്മരണയ്ക്കായി സഹോദരൻ മദനൻ ചെല്ലപ്പൻ സമർപ്പിച്ച 1000 പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയാണ് മാധവൻ മെമ്മോറിയൽ സ്റ്റുഡൻസ് കോർണർ. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വൈജ്ഞാനിക പുസ്തകമേള ഇന്ന് മുതൽ 7 വരെ തിരുവനന്തപുരത്ത് അയ്യൻകാളി ഹാളിൽ നടക്കും. മേളയുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ N മായ നിർവഹിക്കും. ഡയറക്ടർ ഡോക്ടർ M സത്യൻ അധ്യക്ഷത വഹിക്കും. ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെയാണ് മേള. കോട്ടയം സെന്റ് എംപ്രസ് സ്കൂളിൽ 25 ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് സമുച്ചയം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ ഡോക്ടർ റോസമ്മ സോണി ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അതിരമ്പുഴ ഡിവിഷൻ വികസന ഫണ്ട് ഉപയോഗിച്ചാണ് സമുച്ചയം നിർമ്മിച്ചത്. രാകേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന തണുപ്പ് എന്ന ചിത്രത്തിലെ ആദ്യഗാനം പുറത്തിറങ്ങി. കാശി സിനിമാസിന്റെ ബാനറിൽ അനു അനന്തൻ, ഡോക്ടർ ലക്ഷ്മി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രമാണ് തണുപ്പ്. പുതുമുഖങ്ങളായ നിതീഷ്, ദിവ്യ എന്നിവർ മുഖ്യവേഷങ്ങളിലെത്തുന്നു. വനിതാ IPL ഡൽഹി ക്യാപിറ്റൽസിനെതിരെ മത്സരത്തിന്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 25 റൺസിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 194 റൺസ് നേടി. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ 9 വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തത് 169 റൺസ്. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് ഫ്രഞ്ച് ഫുട്ബോൾ താരം പോൾ പോഗ്ബയ്ക്ക് 4 വർഷത്തെ വിലക്ക്. 2023 ഓഗസ്റ്റ് 20-ന് നടത്തിയ ഉത്തേജക മരുന്ന് പരിശോധനയുടെ ഫലമാണ് പുറത്തുവന്നത്. സീരി എ ക്ലബ് യുവൻസിന്റെ മധ്യനിര താരമാണ് പോഗ്ബ. സോ താങ്ക് യു ഭവ്യ ഫോർ ഫാസ്റ്റ് ന്യൂസ്. അതിവേഗത്തിൽ ഈ വാർത്തകൾ പങ്കുവച്ചതിന് ഭവ്യയ്ക്ക് താങ്ക് യു. എന്നാണ് ഞാൻ മ്യൂസിയത്തിലാണ് തിരുവനന്തപുരത്ത്. എന്നോടൊപ്പം കല്ലറ ഗോപൻ കൂടി ചേരുന്നുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഈ ഫാസ്റ്റ് ന്യൂസിന് മുമ്പ് തന്നെ.
ഗോവിൻ ചേട്ടാ, ഈ രാവിലെ നമ്മളിങ്ങനെ സംഗീതത്തിലേക്ക് കയറുമ്പോൾ ഞാൻ ആദ്യം തന്നെ ഇതിന്റെ തുടക്കം നാടകഗാനങ്ങളായിരുന്നു അല്ലെ? അതെ 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 അതെ. നാടകഗാനങ്ങൾ നാടകഗാനങ്ങളിലാണ് ഒരു എൻട്രി. അത് തന്നെ അതെ. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ കീഴിലും 79-80 കാലഘട്ടത്തില് നമ്മുടെ നാട്ടിൽ കല്ലറ ഒരു സംഘശക്തി എന്നൊരു നാടക സംഘം രൂപീകരിക്കും. നമ്മുടെ പി കെ വേണുഗോപാൽ സാറായിരുന്നു എന്റെ ഡയറക്ടർ. പി കെ വേണുഗോപാൽ നേരെ ഒരു വിജയരംഗൻ, പെരപ്പങ്കോട് മുരളി തുടങ്ങിയവര്. അപ്പൊ അതില് ഇങ്ങനെ യാദൃശ്യമായിട്ട് ആ ക്യാമ്പിൽ ചെന്ന് പെട്ടതാ. അപ്പൊ പാട്ടിന്റെ കുഞ്ഞാണ് ഞാനന്ന് ഏകദേശം 18 വയസ്സൊക്കെ വരുള്ളൂ. 18-19 വയസ്സൊക്കെ വരും. അവിടെ ചെന്ന് വിട്ടപ്പോ അവര് നമുക്ക് ഈ പാടാനുള്ളൊരു അസുഖമുള്ളതെന്ന് അവർക്കറിയാമല്ലോ. അതുകൊണ്ട് എന്നെ കൂടെ അവർ കൂട്ടുകയാണ് ചെയ്തത്. അപ്പൊ അന്ന് വീട്ടില് ഞാനിങ്ങനെ വിദ്യാഭ്യാസപരമായ ചില പരാജയങ്ങൾ, അച്ഛനും പറഞ്ഞ് എനിക്ക് പഠിക്കാൻ പറ്റാത്തതിൻ്റെതായിട്ടുള്ള ചില വിഷമങ്ങൾ, അങ്ങനെ ഒരു ചില പ്രയാസങ്ങളുണ്ടായിരുന്നു. അപ്പൊ അച്ഛന് ചെറിയൊരു ദേഷ്യമൊക്കെ ഉണ്ട്. ഞാൻ ഇവിടെ എന്നെ MB കോളേജിൽ പഠിക്കാൻ അയച്ചു. അപ്പൊ അവിടെ നിന്ന് പഠിക്കാതെ ഞാൻ അവിടെ കളഞ്ഞിട്ട് അവിടെ പാടി നടന്നിട്ട് തിരിച്ച് വീട്ടിൽ വരുന്ന ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അച്ഛനും ഇലക്ട്രീഷ്യനൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് അത് കളഞ്ഞിട്ട് വന്നതിൻ്റെതായിട്ടുള്ള ദേഷ്യമൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഇവിടെ ചെന്ന് പെടുന്നത്. അപ്പം അവരോട് കൂടി 2-3 മാസത്തെ വീട്ടിൽ നിന്നും പോകാതെ വീട്ടിൽ 3 ക്യാമ്പ് റിഹേഴ്സലും കാര്യങ്ങളും പാട്ടും. അവിടുത്തെ ഒരു ബാബു നരേന്ദ്രൻ എന്നൊരു സംഗീത സംവിധായകനാണ്. അദ്ദേഹത്തിനോടൊപ്പം പാട്ടുമൊക്കെ പാടി അങ്ങനെ ആ നാടക സംഘത്തിലൂടെ അതാണ് എന്റെ കടന്നു വരുന്നത്. തോറ്റം എന്നൊരു നാടകത്തില് ആണ് അവരൊന്ന് അതെ. ഇത് രസകരമായ കാര്യം, ഈ സ്വാതി തിരുനാൾ മ്യൂസിക് അക്കാദമിയിൽ അഡ്മിഷൻ കിട്ടാത്തൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടില്ല അല്ലേ? അന്ന് എങ്ങനെയുണ്ടായിരുന്നു? ഈ എനിക്ക് പാട്ട് പാടാൻ അറിയാം, പക്ഷെ പഠിക്കാനുള്ള ശ്രമം അത് നടക്കാതെ ഒരു ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും. പിന്നെ അത് പ്രാഥമികമായി കുറെ സംഗീത പാഠങ്ങൾ പഠിച്ചിരിക്കണം എന്നുണ്ട്. അവിടെ ഇന്റർവ്യൂവിൽ അവർ ചോദിക്കും. അപ്പൊ ചോദിക്കുന്ന ചോദ്യം ഉത്തരം പറയുക, പാടുക. അപ്പൊ അതില് ശാസ്ത്രീയമായ ചില കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് എനിക്കൊന്നും അറിയില്ല, ഞാൻ പഠിച്ചിട്ടില്ല. അത്യാവശ്യം ഇന്റർവ്യൂവില് പാടാൻ വേണ്ടി മാത്രം ഒരു കീർത്തനം, വനജേഷണ പാലയ എന്നൊരു കീർത്തനം മാത്രം, മലയാള കീർത്തനം, അത് പാടിക്കൊണ്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ അത് തൃപ്തികരമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. പിറ്റേ വർഷം ഞാൻ വീണ്ടും ശ്രമിച്ചു. പിറ്റേ വർഷമാണ് ആ സമയത്താണ് ഞാൻ ഈ തോറ്റം നാടകവുമായിട്ട് ബന്ധപ്പെടുന്നത്, സംഘശക്തിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അപ്പൊ അതിൽ പി കെ വേണുഗോപാൽ സാറും പിന്നെ അതിന് വേണ്ടപ്പെട്ട എന്റെ ഈ ബാബു നരേന്ദ്രൻ ഇവിടെ സൗരനാൾ സംഗീത കോളേജിലെ അധ്യാപകനായിരുന്നു അദ്ദേഹം. അപ്പൊ അവരെല്ലാം കൂടെ ചേർന്നിട്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്താണ് എനിക്ക് അവിടെ അഡ്മിഷൻ കിട്ടിയത്. പിറ്റേ വർഷം അങ്ങനെയാണ് സൗരനാൾ സംഗീത കോളേജിൽ ഞാൻ കയറുന്നത്. അത് 82 കാലഘട്ടത്തിൽ. ശരി, നമുക്ക് ഈ നാടകഗാനങ്ങൾ എല്ലാ സമയത്തും മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. ഒരു നാടകഗാനത്തിൽ നമുക്കൊന്ന് 2 പാട്ട് പാടാം. തീർച്ചയായിട്ടും. ONV സാറിന്റെ വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ഞാൻ മിക്കവാറും സ്റ്റേജിൽ നാടകഗാനം നിലയിൽ പാടാറുള്ള പാട്ടാണ്. മാരിവില്ലിൻ തേന്മലരേ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ, നീളെ നീളെ പാടങ്ങളെല്ലാം കൊതിതുള്ളി നിൽക്കവേ, കൊതിതുള്ളി നിൽക്കവേ, തേന്മഴ തൂകാൻ ഉൾക്കുളിർപ്പാകാൻ നീ വരില്ലിനി, നീ വരില്ലിനി, മാരിവില്ലിൻ തേന്മലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. രാവിലെ മാരിവില്ലിൻ മാഞ്ഞു പോകുന്ന ആ പാട്ടിന്റെ ഒരു ഫീല്, അതെ. ആ പാട്ടൊക്കെ എത്രമാത്രം എനിക്ക് തോന്നുന്നു പക്ഷേ ഈ നമ്മൾ ഈ ചലച്ചിത്ര ഗാനങ്ങളെക്കാൾ കൂടുതൽ ഒരു സമയത്ത് ആളുകൾ ചലച്ചിത്ര നാടകഗാനങ്ങൾ തന്നെയാണ് ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഇന്ന് കേരളത്തിന്റെ ഒരു നവോത്ഥാന കാല എന്ന് പറയുന്നില്ലേ, അതൊരു പുതിയ ഈ കാലഘട്ടത്തിന്റെ ഒരു വളർച്ച, ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ വളർച്ച, ഇതെല്ലാം KPSC പോലുള്ള നാടകങ്ങൾ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നാടകങ്ങൾ മാത്രമല്ല, അതിലെ ഗാനങ്ങൾ, പൊന്നരുവാൾ അമ്പിളി കൺട്രി, ONV സാറിന്റെ വയലാറിന്റെ ആ ഗാനങ്ങളും ഒരു സങ്കേതങ്ങളായിരുന്നല്ലോ. നമ്മൾ ഇന്ന് കാണുന്ന സൗഖ്യങ്ങളും സൗഭാഗ്യങ്ങളും ഒക്കെ അനുഭവിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം ഈ ഗാനങ്ങൾ കൂടിയായിരുന്നു എന്നുള്ളത്
പറയുമ്പോൾ അതൊരു വല്ലാത്തൊരു ഞാൻ പെട്ടെന്ന് ആ വിപ്ലവഗാനം കൂടി ഇരിക്കുന്നു കേട്ടാൽ വലിയ സന്തോഷം. പൊന്നരിവാളം വിളി അത് നീ പറയുന്ന പോലെ പൊന്നരിവാളം വിപ്ലവഗാനം നല്ലൊരു പ്രണയഗാനമാണ്. അതിനകത്ത് പിന്നെ പാടത്തെ പണിയെടുക്കുന്നവന്റെ വേദനയും പ്രണയവും ഒക്കെ ആ പാട്ടിലുണ്ടെന്നുള്ളത്. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ വാടി നിൽക്കുന്നോളെ. അത് വളരെ മനോഹരമായ പാട്ട്. അത് ദേവരായ മാഷാണ് റെക്കോർഡിലത് പാടി. ദേവരായ മാഷ തന്നെയാണ് അത് പാടിയിരിക്കുന്നത്. മോഹൻ വി സാർ എഴുതി ദേവരായ മാഷയുടെ സംഗീതം. അതിപ്പോ ഒരു 66 ഏകദേശം 70ഓളം വർഷം ഈ പാട്ടിന്റെ 70 വയസ്സോളം ഈ പാട്ടിനുണ്ടെന്നുണ്ട്. ഈ ദേവരാജൻ മാഷ്, അർജുൻ മാഷ് അല്ലെങ്കിൽ രാഘവ മാസ്റ്റർ ഇവരൊക്കെ ഒരുപാട് അടുത്ത ബന്ധമുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതൊരു നിർണായകമായി ഗോപൻ ചേട്ടന്റെ ഒരു സംഗീത ജീവിതത്തില്. തീർച്ചയായിട്ടും അത് 86 കാലഘട്ടത്തിലാണ് ദേവരായ മാഷ് ഇവിടെ തിരുവനന്തപുരത്ത് വന്ന് താമസം വന്നത്. അന്ന് അദ്ദേഹം എങ്ങനെയാ പരിചയം വന്നത്? പരിചയം വന്ന എന്റെ ഒരു സുഹൃത്ത് ഒരു സുരേഷ് ഉണ്ട്. അദ്ദേഹം ദേവരായ മാഷ് തിരുവനന്തപുരത്ത് താമസം ആയിട്ടുണ്ട്. നിറമൺകര കരമന അടുത്ത് അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാം, ദേവരായ മാഷ് ഒന്ന് പരിചയപ്പെടണം. വളരെ സന്തോഷം. അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പോയി. അദ്ദേഹമാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ചലച്ചിത്ര രംഗത്തുനിന്ന് ഈ സംഗീത സംവിധാനത്തിന്റെ രംഗത്തുനിന്നൊക്കെ പുള്ളി തൽക്കാലം ഒഴിഞ്ഞു നിന്ന് മാറി നിന്ന് തിരുവനന്തപുരത്ത് വന്ന്, മദ്രാസിലായിരുന്നല്ലോ വന്നിങ്ങനെ താമസിക്കുന്ന ഒരു കാലം. അദ്ദേഹത്തിന് ഈ ഇന്ന് വരെ അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും വർക്കുകളും എല്ലാം ഡോക്യുമെന്റ് ചെയ്യുക. പിന്നെ ഇവിടെ തിരുവനന്തപുരത്തുള്ള കുറെ സംഗീതവാസനയുള്ള കുട്ടികളെ സംഘടിപ്പിച്ചിട്ട് കൊയർ ഗ്രൂപ്പ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് വിപുലമായ ചില ഐഡിയ വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇവിടെ വന്ന് താമസിച്ചു. ആ സമയത്താണ് പരിചയപ്പെടുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഗാനമേളകൾ, റെക്കോർഡിങ്ങുകൾ ധാരാളം ഞാൻ അദ്ദേഹത്തിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അർജുന മാഷായിട്ട് കുറച്ചുകൂടി അടുപ്പം കൂടുതലെന്ന് തോന്നുന്നല്ലേ? അർജുന മാഷ് പിന്നെ ദേവരായ മാഷാണ് എന്നെ ആദ്യമായിട്ട് KPSC 97 സബ്കോ സന്മതി ദേ ഭഗവാൻ എന്നൊരു നാടകത്തില് എന്നെ പാടാൻ വിളിക്കുന്നത് KPSC. അന്ന് മുതൽ ഇന്ന് വരെയും ഈ 2023 നാടകം വരെയും ഞാൻ തന്നെയാണ് KPSC സ്ഥിരം ഗായകൻ. 97 ആദ്യത്തെ ഈ നാടകം കഴിഞ്ഞതിന് ശേഷം ദേവരായ മാഷ് KPSCയുടെ നാടക സംഗീത സംവിധാന രംഗത്ത് നിന്ന് തൽക്കാലം മാറി നിൽക്കുകയായിരുന്നു, സ്വയം മാറി നിന്നു. അപ്പോ ഈ ദൌത്യം ഏൽപ്പിച്ചത് അർജുന മാസ്റ്ററാണ്. 98 മുതലുള്ള നാടകം. അപ്പം പിന്നെ അർജുന മാസ്റ്ററാണ് KPSCയുടെ സംഗീത സംവിധാനം ഏറ്റെടുത്തത്. അപ്പൊ അതിനു മുമ്പ് 94 സൗവർണിക എന്നൊരു നാടക സംഘമുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടി കേന്ദ്രീകരിച്ച്. അത് 83 മുതൽ ഞാൻ ആ നാടകത്തിൽ ലൈവായിട്ട് പാടുന്ന ആളാണ്. ഒരു 1.5 വർഷം ഞാൻ ആ ട്രൂപ്പിൽ ലൈവായിട്ട് നാടകക്കാരോടൊപ്പം പാടിയിരുന്നു. നാടകത്തിൽ പിന്നെ അത് 84-85 ആയപ്പോഴത്തേക്കും ഫുൾ പശ്ചാത്തല സംഗീതവും പിന്നെ ഗാനങ്ങളും എല്ലാം പ്ലേബാക്ക് ചെയ്യുന്ന, റെക്കോർഡ് ചെയ്ത് പ്ലേബാക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം വന്നു. അപ്പൊ അന്നുപോലെ ഞാൻ സ്ഥിരം നാടകങ്ങൾ എല്ലാ വർഷവും ഒരു നാടകമേ പാടാം, ലൈവ് പാടും, ഒരു നാടകത്തിലേ പാടാം. അപ്പൊ പിറ്റേ ഈ റെക്കോർഡിംഗ് ആയപ്പോഴത്തേക്ക് ഞാൻ 10-30 നാടകങ്ങൾ റെക്കോർഡിങ്ങിന് പാടിയിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അർജുന മാഷിനായിട്ട് പിന്നെ അർജുന 94 സൗവർണിയുടെ സംഗീത സംവിധാനം അർജുന മാഷ് ഏറ്റെടുക്കുന്നത് 94. അന്ന് മുതൽ ഈ അടുത്ത കാലം വരെ അദ്ദേഹം നമ്മൾ പിരിയുന്നവരെ ഒരു പിതൃ ബന്ധമായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മനാളാണ്, മാർച്ച് 1. ഇന്ന് അദ്ദേഹം അവിടെ എറണാകുളത്ത് അദ്ദേഹത്തിന്റെ പേരിലുള്ള അവാർഡ് നമ്മുടെ ജെറി അമൽ ദേവിന് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ അർജുന മാഷയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ വലിയൊരു പരിപാടി നടക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിനൊരു പ്രണാമം. തീർച്ചയായിട്ടും അർജുന മാഷ നമ്മുടെ പിതൃതുല്യനാണ്, ഗുരുതുല്യനാണ്. തീർച്ചയായിട്ടും അർജുന മാഷാണ് ഈ സംഗീത സംവിധാനം എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക് എന്നെ കൂടുതൽ അടുപ്പിച്ചത്. ഞാൻ പണ്ടേ കമ്പോസ് ചെയ്യുന്ന സ്വഭാവമൊക്കെ ഉണ്ടെങ്കിലും അർജുന മാഷിന്റെ ഒരു ശിഷ്യത്വം തന്നെയുണ്ട് എനിക്ക്. അർജുന മാഷ് എന്നെ കൊണ്ട് പിന്നെ കമ്പോസ് ചെയ്യിക്കാനുള്ള സൗവർണിയുടെ ഒരു വർഷത്തെ നാടകം മക്കൾ ചെയ്യണം പറയും, എന്നെ പിടിച്ച് സ്വയം ഒഴിഞ്ഞു. എനിക്ക് പറ്റില്ല, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് കള്ളൻ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്നെ കൊണ്ട് മ്യൂസിക് ഡയറക്ഷൻ ചെയ്യിച്ചിരുന്നു. അപ്പൊ അത്ര അതായത് ഒരു വർക്ക് പിന്നെ ഏൽപ്പിക്കുന്ന ഒരു ഗുരുനാഥൻ, അങ്ങനെ ഒരു അനുഭവം എനിക്ക് മാത്രമേ ഉണ്ടാവും തോന്നുന്നു. അർജുന മാഷിന്റെ ഒരു ഓർമ്മയിൽ ഏതെങ്കിലും ഒരു 4 വരി? തീർച്ചയായിട്ടും. ചെമ്പകത്തൈകൾ പൂത്ത മാനത്ത് പൊന്നമ്പിളി ചുംബനം കൊള്ളാനൊരുങ്ങി അമ്പിളി
ചുംബനം കൊള്ളാനൊരുങ്ങി, ചുംബനം കൊള്ളാനൊരുങ്ങി. എന്ത് മനോഹരമാണ്. അന്ന് അക്കാലത്ത് ഈ പാട്ടൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഗസലുകൾ എന്താണെന്ന് നമ്മുടെ മലയാളിക്ക് വലിയ പരിചയമില്ല. അത് ബാബുരാജിന്റെ പാട്ടിലെല്ലാം ഗസലാണെങ്കിലും വ്യത്യസ്തമായ ഒരു ശൈലിയിൽ അർജുന മാഷ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നതാണ്. ശ്രീകുമാർ തമ്പി സാറിന്റെ രചന. ഇനി വീട്ടിലത്തെ കാര്യങ്ങൾ ഇപ്പൊ കല്ലറ ഗോപൻ ചേട്ടന്റെ എന്താണ് മകളെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നാരായണി ഗോപൻ നമുക്കറിയാം, പ്ലേബാക്ക് സിംഗർ ആണ്. ഇപ്പോൾ എന്താ പറയാ, പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഞാൻ പറയാം, മറ്റേ മിന്നൽ മുരളിയിലെ ഉയരെ എന്നുള്ള പാട്ട് വളരെ ശ്രദ്ധേയമായിരുന്നു. അത് അവരുടെ ഒരു വോക്കൽ തന്നെ വലിയ. എങ്ങനെയുണ്ട് വീട്ടിൽ നിങ്ങൾ സംഗീതം ചർച്ച ചെയ്യുമോ? തീർച്ചയായിട്ടും. പിന്നെ സംഗീതം ഞങ്ങള് ഷർമിള, എന്റെ ഭാര്യയുടെ പേര് ഷർമിള എന്നാണ്. അവള് മ്യൂസിക് തന്നെയാണ് പഠിച്ചത്. എം എ വരെ പഠിച്ച ആളാണ്. പിന്നെ നാരായണി മോള് മഹാദേവനും സംഗീതവാസിയാണ്. മഹാദേവൻ ഇളയ മോനാണ്. അവന് പക്ഷെ അവന് പാടുന്നതിനോ സംഗീത രംഗത്തേക്ക് വരുന്നതിനോ അത്ര താല്പര്യം കാണിക്കുന്നില്ല. സംഗീതം തന്നെയാണ് നമ്മുടെ എന്ത് വിഷയത്തെ കുറിച്ച് സംസാരിച്ച അവസാനം പാട്ടിലെത്തും, സംഗീതത്തിൽ വന്ന് നിൽക്കുകയുള്ളൂ. അതാണ്, അങ്ങനെയാണ് നമ്മുടെ ഒരു ഇത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഗോപൻ ചേട്ടൻ വീട്ടില് ഈ ഓവറായിട്ട് ചില പിശുക്കനാന്ന് തോന്നുന്നു, അത് അഭിനന്ദിക്കുന്നതിലൊക്കെ. ഇപ്പൊ നാരായണി അത് ഈ പാടി ഗംഭീരമായിരുന്നു ഒന്നും പറയാറൊന്നുമില്ല എന്ന് തോന്നുന്നു. ഇല്ല നമ്മള് അതല്ല, അത് നമ്മുടെ പിതാമഹന്മാരുണ്ടല്ലോ, അപ്പൊ ഗുരുനാഥന്മാര്, ദേവരായ മാസ്റ്റർ ഒരു ഗായകന്റെ മുഖത്ത് നോക്കി നീ നന്നായി പാടിയെന്ന് പറഞ്ഞില്ല, അത് ഉള്ളിലുണ്ട്. അത് പക്ഷെ ആ സ്നേഹം നമുക്ക് പലപ്പോഴും അത് പിന്നെ പ്രകടമാക്കുന്ന ഒരു സ്വഭാവം ഇല്ലെങ്കിൽ നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. അത് ഒരിക്കലും ഞാൻ അദ്ദേഹം ഇവിടുന്ന് ചെവിക്കൊരു ചെറിയൊരു അസുഖം വന്നു, എന്തോ ഒരു പ്രശ്നം. അങ്ങനെ അദ്ദേഹം ഒരു മാസത്തേക്ക് ചെന്നൈയിൽ പോയി നിന്നു. അപ്പൊ ഞാൻ കാണാനായിട്ട് ചെന്നൈ പോയിരുന്നു. ചെന്നൈ പോയപ്പോഴത്തേക്കും അപ്പൊ സംഗീതമായിട്ട് ബന്ധമില്ല, മാഷെ കാണാൻ ചെന്നതാണ്, പേഴ്സണലായിട്ട് കാണാൻ ചെന്നതാണ്. അപ്പൊ എന്നെ എന്തുമാത്രം കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് പിന്നെ ഉള്ള ഒരു സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് മാഷയുടെ. അപ്പം പിന്നെ എന്താണ്, വല്ലാത്തൊരു മനുഷ്യനാണ്. ഈ നമ്മള് സംഗീത രംഗത്ത് അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ കർക്കശി എന്ന് പറഞ്ഞാൽ കർശനമാണ്. ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത ഒരു സ്വഭാവമാണ്. പക്ഷെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഉള്ളു നിറഞ്ഞ സ്നേഹമാണ്. അത് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യസ്തമല്ലേ? അപ്പൊ അങ്ങനെയാണ് ഗോപൻ ചേട്ടൻ വീട്ടിൽ. അങ്ങനെയൊക്കെയാണ് നമ്മൾ വളർന്നത്. അത് കണ്ടുപഠിച്ചല്ലേ ആയിരിക്കും, അത് ഒരു സ്വഭാവമാണ്. ഇപ്പൊ നാരായണി ചെയ്തതിൽ ഏറ്റവും നല്ല പാട്ടായി തോന്നി, ഏറ്റവും ഭംഗിയായി നാരായണി ആലപിച്ചു തോന്നിയത് ഏതാണ്? പാട്ടുകളെല്ലാം നല്ലതായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. എന്നാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഉയരെ എന്നുള്ള പാട്ട്. പിന്നെ പ്രീസ്റ്റിലൊരു പാട്ട് പാടിയിട്ടുണ്ട്. രണ്ട് പാട്ടും മനോഹരമായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു. ബാക്കി എല്ലാ പാട്ടിലും നല്ല പാട്ടിലാണ്. ഇപ്പൊ നാരായണ എനിക്ക് തോന്നുന്നു എറണാകുളത്താണ് ഇപ്പൊ നമ്മുടെ ഈ ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാം എറണാകുളം കേന്ദ്രീകരിച്ചാണ്. പണ്ട് ചെന്നൈയിലായിരുന്നു. ഇവിടുന്ന് പണ്ട് സിനിമയ്ക്ക് ഹിന്ദുസ്ഥാനി അഭ്യസിക്കുന്നുണ്ട്. അവര് അപർദീത ബാനർജി എന്നാണ് ടീച്ചറിന്റെ അടുത്ത് അവള് പഠിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ എറണാകുളത്ത് ഇപ്പൊ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് ഈ നാരായണീനെയും ഗോപൻ ചേട്ടനെയും ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തോ രാവിലെ അവർക്ക് എന്തോ അസൗകര്യം ഉണ്ടെന്ന് എന്നോടും പറഞ്ഞിരുന്നു. അവളും കൂടി തന്നെ. അപ്പൊ നമുക്ക് പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ പോകായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഗോപൻ ചേട്ടന്റെ കൂടുതൽ വർത്തമാനങ്ങളിലേക്ക് പോകണം. ഒപ്പം ബ്രേക്കിലേക്ക് പോവാണ്. ഇടവേളയ്ക്ക് ശേഷം അതിനോടൊപ്പം ഒരു അതിഥി കൂടി ചേരും. അതിഥിയിലേക്ക് കൂടി പോകണം. മറ്റൊരു അതിഥി സംഗീതം തന്നെയാണ്. അപ്പൊ അതിഥിയുടെ വിശേഷങ്ങളിലേക്കൊക്കെ പോകാം. ചെറിയൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. മോർണിംഗ് വൈബ്സ് വേഗം തിരികെ എത്താൻ ഗോപൻ ചേട്ടൻ നമ്മുടെ ഒപ്പം തുടരും. ഒപ്പം അതിഥി നമ്മോടൊപ്പം ചേരും. ആരാണ് അതിഥി എന്നല്ലേ നോക്കാം. ഇടവേളയിലേക്ക്. ഓക്കെ, മോർണിംഗ് വൈബ്സ് തുടരുകയാണ്. വീണ്ടും മ്യൂസിയത്തിൽ നിന്നാണ് നമ്മൾ മോർണിംഗ് വൈബ്സ് ചേരുന്നത്. എന്നോടൊപ്പം സംഗീതജ്ഞനായിട്ടുള്ള കല്ലറ ഗോപനും രാവിലെ മുതൽ നമ്മോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നു. അപ്പൊ ഗോപൻ ചേട്ടാ, ഞാനൊരു അതിഥിയിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ടല്ലേ? ശരി, ഞാൻ അതിഥി ആരാണെന്ന് ഞാൻ പറയുന്നില്ല. എന്താണെങ്കിലും ഞാൻ അതിഥി എന്ന് വിശേഷിപ്പിക്കട്ടെ. അതിഥി നമുക്ക് ഒരു പാട്ടിൽ തുടങ്ങിയാലോ? ഗോപൻ ചേട്ടൻ അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നതാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോ ഒരു പാട്ട് പാടി നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് നമുക്ക് നോക്കാം, അറിയോ നോക്കട്ടെ. ഓക്കെ, കയ്യെത്തും ദൂരെ ഞാനില്ലേ
നിന്നെ വിടിയാൻ വയ്യാതകമേ ചന്ദിയായി മാറിടും താപം ഉറങ്ങാൻ പാട്ടാം തലോടാൻ കാട്ടാം മിടിപ്പായി ശ്വാസമായി ഞാൻ നിറയെ ഇരുളാണ്. ആ അത് ശരി. അങ്ങനെ പാട്ട് കേക്കട്ടെ എന്താ? ഹലോ അച്ഛാ. ആ നിങ്ങൾ രണ്ടും കൂടെ എന്നെ പറ്റിക്കായിരുന്നില്ലേ? രാവിലെ ഒരു surprise തരണ്ടേ? ശരി. അപ്പൊ ഇന്നലെ ഞാൻ വിളിച്ചപ്പോ അവള് പറയുന്നത് പിന്നെ എന്താണ് എന്തോ അസൗകര്യമുണ്ട്, ഞാൻ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ പറ്റിക്കാറ് എനിക്ക് വളരെ വലിയ ദേഷ്യം വന്നു. ഞാൻ ഇന്നലെ അയ്യോ ഞാൻ നാരായണിയോട് പറഞ്ഞിരുന്നു, നാരായണി അച്ഛനോട് പറയരുത്, എനിക്ക് തന്ന പണിയാണ്. ആ കൊള്ളാം, നന്നായി, സന്തോഷം. അപ്പൊ എവിടെ സ്റ്റുഡിയോയിലായിരിക്കുന്നത്? നാരായണി കൊച്ചിയിലുള്ളത് സൂമിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സൂമിലോ? അത് ശരി. സൂമിൽ ജോയിൻ ചെയ്ത കാണാൻ കഴിയുന്നില്ല. ഞങ്ങൾക്ക് ലൈവാണ്, നിങ്ങളോട് സംസാരിക്കാം, നിങ്ങൾ പറയുന്നത് കേൾക്കാം, പക്ഷേ കാണാൻ കഴിയുന്നില്ല. അതെ അതെ. നാരായണി, ഞാനേ അച്ഛനോട് ചോദിക്കുകയായിരുന്നു ഈ എങ്ങനെയാണ് വീട്ടില് വളരെ കർക്കശക്കാരനാണോ എന്നൊക്കെ. നാരായണിയുടെ ഒരു അഭിപ്രായം പറഞ്ഞു, അച്ഛനുണ്ട് എന്ന് ഓർക്കണ്ട, അല്ലാതെ പറഞ്ഞു, എന്നെ മാത്രം നോക്കി പറഞ്ഞു. എനിക്കും ഭാഗ്യത്തിന് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ നല്ലോണം കാര്യമായി പറയാം. അച്ഛൻ നല്ല കർക്കശക്കാരനാണ്. വീടിന് പുറത്ത് വളരെ നല്ലതാ, വളരെ അതെ. ഉള്ളില് എല്ലാം എന്താണ് സ്ട്രിക്റ്റ് ആയിട്ട് നല്ല ബിഹേവിങ്ങിലൂടെ നടക്കണം എന്നുള്ള ഒരു ഇതുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു വീടിനകത്ത് അച്ഛൻ നല്ല കർക്കശക്കാരനുണ്ട്. പക്ഷെ അതിനും അത്രയും എന്താണ് സമയമുള്ളൂ. ഒരു എന്താ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛൻ തന്നെ വന്നിട്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സോർട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരാളാണ് അച്ഛൻ. ഈ അച്ഛന്റെ സംഗീതം കേട്ട് അതായത് ഞാൻ നാരായണി പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇത്രമാത്രം പെർഫെക്ഷനോടുകൂടി ലൈവ് പെർഫോം ചെയ്യുന്നത് അങ്ങനെ ഒരാളുണ്ടോ എന്നൊക്കെ സംശയം തോന്നിയിട്ടായി നാരായണന്റെ ഫ്രണ്ട്സ് പറയാറുണ്ടായിരുന്നു. അപ്പോ ഈ അച്ഛന്റെ സംഗീതം കേട്ട് തന്നെയാണോ നാരായണിയും സംഗീതത്തിലേക്ക് എത്തിയത്? ഉറപ്പായിട്ടും ഞാൻ ജനിച്ചപ്പോ മുതലേ കേൾക്കുന്നത് എനിക്കറിയില്ലല്ലോ ഇങ്ങനെ അച്ഛൻ ഒരു സിംഗറാണ്, അല്ലെങ്കിൽ അതൊക്കെ പതുക്കെ തന്നെ മനസ്സിലാക്കി വന്നപ്പോ സമയത്ത് തന്നെ എനിക്കും മ്യൂസിക്കിനോടൊരു താല്പര്യം ഉണ്ടാക്കി കഴിഞ്ഞു. കൊച്ചിലേക്ക് അച്ഛൻ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രേസസ് ഇങ്ങനെ പാടിയിട്ട് അത് റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറയുമായിരുന്നു. അപ്പം അതൊരു ഗെയിം പോലെ ഒരു നമ്മൾ തമ്മിലൊരു ഗെയിം ആയിരുന്നു അത്. അപ്പൊ അങ്ങനെ അതുപോലെ ഒരു ഇൻട്രസ്റ്റ് അച്ഛൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അപ്പം സ്ലോലി ഞാൻ തന്നെ എനിക്കും അറിയത്തില്ലായിരുന്നു ദാറ്റ് ഐ വുഡ് എൻഡ് അപ്പ് സിംഗിങ് എന്നുള്ളത്. ബിക്കോസ് ഞാനും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു ഇൻക്ലിനേഷനിലാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് മനസ്സിലായി ഓക്കെ പാട്ട് എന്തായാലും എൻ്റെ ലൈഫിലും ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. അപ്പം അങ്ങനെ അതിനൊക്കെ അച്ഛൻ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് നല്ലോണം. ഇനി അച്ഛനോട് ചോദിക്കട്ടെ, ഈ മകൾ എങ്ങനെയുണ്ട്? നല്ല അനുസരണശീലമുള്ള മകളാണോ? ഒപ്പം സംഗീതത്തിൽ നല്ല ശിഷ്യയാണോ? ശിഷ്യയാണ് അവള്. നല്ല ഗുരുത്വമുണ്ട്, പഠിക്കാനുള്ള താല്പര്യങ്ങളുണ്ട്. എന്റെ അഭിപ്രായത്തിൽ അവള് നന്നായിട്ട് പാടുന്നുണ്ട്, സംശയമൊന്നുമില്ല. എനിക്ക് വളരെ സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. പിന്നെ പൊതുവെ പുതിയ തലമുറയ്ക്ക് ഈ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ടാലന്റഡ് ആണ് പുതിയ തലമുറ. പണ്ട് നമ്മുടെ സംഗീതം നഷ്ടപ്പെടുന്നു എന്നൊക്കെ ഉള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നുമല്ല, പുതിയ തലമുറ വളരെ വളരെ പിന്നെ ടാലന്റഡ് ആണ്, വളരെ അഭിരുചിയുള്ളവരാണ്. അവർക്ക് വരുന്ന കാലത്തെ നമ്മുടെ സംഗീതത്തെ മുകളിലോട്ടേക്ക് തന്നെ കൊണ്ടുപോകാൻ കഴിയുന്ന ജനറേഷനാണ്. അതിനൊന്നും എനിക്കൊരു സംശയമില്ല. പക്ഷെ കുറച്ചുകൂടി ആത്മാർത്ഥത കാണിച്ചാൽ ഇനി നന്നാവും എന്നുള്ള ആഗ്രഹം എപ്പോഴും ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. അതാണ് കുറെ കൂടി നമ്മൾ പഠിക്കാൻ തന്നെ സംഗീതം കൂടുതൽ ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള കഠിന ശ്രമം വേണം, ഇനിയും വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. മകളോട് മാത്രമല്ല, എല്ലാവരോടും കൂടിയാണ്. നാരായണന് മാത്രമല്ല, പേടിക്കേണ്ട, നാരായണി മാത്രമല്ല, പുതിയ ജനറേഷനോട് മൊത്തത്തിലാണ് അല്ലേ?
ഓക്കെ. ഗോവിന്ദൻ ആദ്യം പറഞ്ഞു നാരായണിയുടെ ഉയിരെ കേട്ടപ്പോൾ സന്തോഷം, എല്ലാ പാട്ടും ഗംഭീരമായി പാടി, പക്ഷെ ഉയരെ കൂടുതൽ സന്തോഷം നൽകിയത്. അങ്ങനെയാണെങ്കിൽ ആ സന്തോഷം ഞങ്ങൾക്ക് കൂടി ഒരിക്കൽ കൂടി പങ്കുവയ്ക്കാമോ? ഞങ്ങൾ ഫ്രെയിമിൽ അല്ലെങ്കിൽ ടിവിയിൽ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ട്, ഓഡിയോ ട്രാക്ക് കേട്ടിട്ടുണ്ട്, പക്ഷെ ഒപ്പം നമുക്ക് ന്യൂസ് 18 പ്രേക്ഷകർക്കായി ഒന്ന് ഉയരെ ഒന്ന് പാടാമോ? ഉറപ്പായിട്ടും പാടാം. ഒരു സെക്കൻഡ്, ത്രോട്ട് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഒരു ഒറ്റ സെക്കൻഡ് ഞാൻ ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ സമയത്ത് ഞാൻ ഗോവിന്ദനോട് ഒരു കാര്യം ചോദിക്കട്ടെ. ഗോവിന്ദൻ, നമ്മൾ ആദ്യം സംസാരിച്ച ലളിതഗാനത്തിന്റെ ഒരു ഈ ദൂരദർശനിൽ ലളിതഗാനത്തിന്റെ ഒരു നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോ ലളിതഗാനങ്ങളില്ല. ആകാശവാണി പോലും ലളിതഗാനങ്ങൾ വളരെ കുറവായിട്ട് തോന്നുന്നു. ഇപ്പൊ അടുത്ത കാലത്ത് ആകാശവാണിയിൽ പഴയ ലളിത സംഗീത പാഠം അത് ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ 1-2 പാട്ട് കേട്ടു, നമ്മളെ ജി ശ്രീറാം പഠിപ്പിക്കുന്നതും അത് പഠിച്ചിട്ട് വാദ്യവൃന്ദങ്ങളോടുകൂടി കേൾപ്പിക്കുന്നതൊക്കെ അത് ആകാശവാണി വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ചലച്ചിത്ര ഇതരമായ ഗാനങ്ങൾ നമുക്ക് വളരെ സമൃദ്ധമായിരുന്നു. ആകാശവാണിയാണ് ഏറ്റവും കൂടുതൽ നമുക്കത് സമ്മാനിച്ചിട്ടുള്ളത്. എം ജി രാധാകൃഷ്ണൻ സാറും പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറും പിന്നെ എന്ന് വേണ്ട നമ്മുടെ അന്നത്തെ പഴയ പെരുമ്പാവൂർ സാറ് ഇവരെല്ലാം കൂടി ചേർന്ന് ഒരുപാട് ഉദയഭാനു, കെ പി ഉദയഭാനു, ഇത്ര മനോഹരങ്ങളായ ഗാനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് പാട്ടുകളുണ്ട് ലളിതഗാന. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പിന്നെ ലളിതഗാനങ്ങൾ എന്ന് പറയുന്നത് ആകാശവാണിയിൽ നിന്നോ ദൂരദർശനിൽ നിന്നോ വന്നില്ലെങ്കിലും നമ്മൾ ചലച്ചിത്രങ്ങളൊക്കെ കേൾക്കുന്ന നല്ല നല്ല ലളിതഗാനങ്ങളാണ്. അപ്പൊ ലളിതഗാനം ഈ ആവശ്യമില്ല. അത് ചലച്ചിത്രത്തിലൂടെ വരുന്ന നല്ല പാട്ടുകളല്ല ലളിത സംഗീതം, ശാസ്ത്രീയ സംഗീതം, പാശ്ചാത്യ സംഗീതം, നാടൻ പാട്ടുകൾ, അങ്ങനെ ഉള്ള വിഭജനം മാത്രമേ നമുക്കുള്ളൂ. സംഗീതം മാത്രം എല്ലാം ഒന്ന് തന്നെയാണ്. സരിഗമപദനി എന്നുള്ള 7 സ്വരങ്ങളിലൂടെ തന്നെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നു. അത് ശാസ്ത്രീയത്തിലാണെങ്കിലും ലളിതത്തിലാണെങ്കിലും. ലളിത ഗാനങ്ങൾക്ക് സ്കൂൾ കലോത്സവങ്ങളിൽ മാത്രമേ ഉള്ളൂ ഒരു സംഭവമുണ്ട്. ഇപ്പൊ കലോത്സവങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ലളിത ഗാനങ്ങൾ നമ്മൾ കേൾക്കാറുള്ളത്. അത് ഈ പഴയ പാട്ടുകളൊക്കെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പൊ നാരായണി പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് അവർക്ക് ഒരു പാട്ട് പാടണമെങ്കിൽ പുതിയതായിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്ത് പോകുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പം എനിക്ക് പാടാൻ വേണ്ടിയിട്ട് ഒരു വലിയ മ്യൂസിക് ഡയറക്ടർ അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ ഒരു കവിതയൊക്കെ എഴുതി വാങ്ങി ഒരു പാട്ട് പുതിയതായിട്ട് ഉണ്ടാക്കി ആദ്യമായിട്ട് അവതരിപ്പിക്കും. അങ്ങനെയൊക്കെ ചില ആൾക്കാർ ഇപ്പൊ ഈ മത്സരാർത്ഥികൾ അങ്ങനെയൊക്കെ ഒരുപാട് ചെയ്തു. ഞാനും തന്നെ കുറെ പാട്ടുകൾ അങ്ങനെ പല മത്സരാർത്ഥികൾക്കും വേണ്ടി കമ്പോസ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ. പഴയ ഒരു ഓർമ്മയിൽ ഏതെങ്കിലും ഒരു 4 വരി ഉണ്ടാവോ? തീർച്ചയായിട്ടും. പിന്നെ ലളിതഗാനം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഓർക്കുന്ന ഒരു പാട്ടുണ്ട്, എം ജി രാധാകൃഷ്ണൻ സാർ, കാവാലം നാരായണ പണിക്കർ സാറിന്റെ ടീമിലുണ്ടായ പാട്ട്. ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം നിറയേ മുഴങ്ങി മഴവില്ലിൻ മാണിക്യ വീണ ഘനശ്യാമ സന്ധ്യാഹൃദയം. ഈ പറഞ്ഞതിന്റെ വീണ്ടും പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഞാൻ എന്തായാലും നാരായണി ഇപ്പോൾ സൗണ്ടൊക്കെ ക്ലിയർ ചെയ്ത്, ത്രോട്ടൊക്കെ ക്ലിയർ ചെയ്ത് റെഡിയാണെന്ന് ഞാൻ കരുതുന്നു. നാരായണി, ഇപ്പോ ഞാൻ ആവശ്യപ്പെട്ടതുപോലെ നമുക്ക് വേണ്ടി ഉയരെ, എന്നാൽ അച്ഛന്റെ പാട്ട് കേട്ടല്ലോ, അപ്പൊ അതിന് പിന്നാലെ തന്നെ മകളുടെ ഉയരെ കൂടി ആവട്ടെ. ഉയരേ ഒരു ജന്മം നിന്നെ ഞാനും അറിയാതെ പോകേ വാഴ് കനലാളും പോലെ ഒരു മോഹം നെഞ്ചുലഞ്ഞ മുറിവില മെല്ലെ മെല്ലെ നീലവാകും നിഴലാകാം മണ്ണടിയും നാൾ വരെ കൂടെ കാവലായി കണ്ണേ നിന്നെ
കാക്കാം സ്വപ്നം നീ സ്വന്തം നീ സ്വർഗം നീ സർവം നീ. Thank you. താങ്ക് യു സോ മച്ച്. ഒരുപാട് എന്താ പറയാ വല്ലാത്ത ഫീൽ ആ സിനിമയിലും വലിയ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സമയത്ത് ആ പാട്ട് വരുമ്പോ നാരായണിയുടെ ആ വോക്കലിൽ വല്ല എഫക്റ്റ് ആയിരുന്നു തിയേറ്ററിൽ കാണുമ്പോൾ. വലിയ അനുഗ്രഹമാണ് അവർക്ക് കിട്ടിയ ഇതുവരെ കിട്ടിയ ഏറ്റവും നല്ലൊരു അനുഗ്രഹമാണ്. ഷാൻ റഹ്മാൻ എന്നൊരു സംഗീത സംവിധായകൻ അവളെ കൊണ്ട് പാടിച്ചു എന്നുള്ളത് വളരെ അത് നമുക്ക് മറക്കാനാവാത്തൊരു അനുഭവം തന്നെയാണ്. വളരെയധികം നന്ദിയുണ്ട് ആ സംഗീത സംവിധാനോട്, ആ ചലച്ചിത്ര ടീമിനോട് എല്ലാവരുടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സംഗീതജ്ഞനാണല്ലോ, സിനിമകളിൽ സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നാരായണിയെ കൊണ്ട് പാട്ട് പഠിപ്പിക്കാത്തത്? ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ സാഹചര്യം വന്നിട്ടില്ല. നാരായണി ഇനി ഒരു മ്യൂസിക് ഡയറക്ഷൻ ഗോവിന്ദ് ചേട്ടന്റെ ഭാഗത്തുണ്ടായാൽ ചോദിക്കണം, എനിക്ക് ചാൻസ് ഇല്ലെന്ന് കേട്ടോ. അതെനിക്കും അവസരം വരണം. അതെ, സംഗീത സംവിധാനം എനിക്ക് അവസരം വരുമ്പോഴല്ലേ മോളെ മറ്റുള്ള ഗായകർ കൂടെ പഠിക്കാൻ പറ്റൂ. പറയൂ നാണി. അല്ല, അച്ഛൻ അങ്ങനെ എന്നെ ഇങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ അത് അച്ഛന് എനിക്ക് പറ്റുന്ന പാട്ടുകൾ, നല്ല പാട്ടുകൾ വരുമ്പോ അത് എന്താണ്, അച്ഛൻ ആഗ്രഹമുള്ള പാട്ടുകൾ എന്നെ കൊണ്ട് ട്രാക്കൊക്കെ പഠിപ്പിക്കാറുണ്ട്. അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും അത് ഇതാന്ന്. പക്ഷെ എന്താണ്, അച്ഛൻ ഉറപ്പായിട്ടും എന്നെ നല്ല രീതിയിൽ തന്നെ അച്ഛന്റെ കോമ്പോസിഷൻസിലൂടെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛൻ എനിക്ക് നല്ല നല്ല പാട്ടുകൾ നാടകത്തിലായാലും ഇപ്പം പരപ്പൻകോട് മുരളി സാറിന്റെ നാടകങ്ങളിലൊക്കെ എനിക്ക് പാടാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അതുതന്നെ എനിക്ക് ഞാൻ ഈ പാടിയ ഇത്രയും ഹിറ്റ് ആയിട്ടുള്ള കോമ്പോസിഷൻസിന്റെ അത്രയും തന്നെ ഇമ്പോർട്ടൻസ് അതിനുണ്ട്. കാര്യം അച്ഛൻ ആസ് എ കോമ്പോസർ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആളാണ്. അപ്പൊ അത്രയും നല്ല പാട്ടുകൾ തന്നെ എനിക്ക് അച്ഛനെ പാടാൻ പറ്റിയിട്ടുണ്ട്. അച്ഛനെന്ന സിംഗറെയാണോ അച്ഛനെന്ന കമ്പോസറെയാണോ ഇഷ്ടം നാരായണിക്ക്? രണ്ടുപേരും രണ്ട് രീതിയിൽ വളരെ എന്താണ് കോംപ്ലിമെന്റിങ്ങും ഭയങ്കര ഒരുപാട് പഠിക്കാൻ ഉള്ള ഒരു ഇത് തന്നെയാണ്. കാര്യം അച്ഛന്റെ കോമ്പോസിഷൻസും അത്രയും എനിക്ക് വളരെ കൗതുകകരമായിട്ട് ഞാൻ നോക്കി നിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ കോമ്പോസിഷൻ. അപ്പൊ അതെനിക്ക് അച്ഛൻ ചെയ്യുന്നത് എനിക്ക് കുറെ കൂടിയും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്. പാട്ട് ആസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്, എനിക്കും ലൈവ് അച്ഛന്റെ പോലെ ഇപ്പോ അച്ഛന്റെ ജനറേഷനിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ ലൈവ് അച്ഛൻ ഇപ്പോഴും നന്നായി ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് വളരെ അഡ്മയറിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അത് നോക്കി പഠിക്കാൻ തന്നെ കുറെ ഉണ്ട്. ഞാൻ അച്ഛൻ്റെന്നെങ്കിലും ഞാൻ കാര്യങ്ങൾ പഠിച്ചാൽ നന്നായി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ആ കാര്യം ഒന്ന് നാരായണി അച്ഛനോടും ചോദിക്കട്ടെ. ഈ ലൈവ് പെർഫോമൻസുകൾ, സ്റ്റേജ് പെർഫോമൻസുകളിലെ ഒരു പെർഫെക്ഷൻ, അതാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ വെല്ലുവിളി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. നമുക്ക് ഇപ്പൊ എനിക്ക് പാടാം, എന്റെ എന്താ പറയാ അത്രമാത്രം സാങ്കേതികമായിട്ടുള്ള ടെക്നോളജി അത് അത്രമാത്രം അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ ഒരു ശബ്ദം കിട്ടിയാൽ മതി, ആർക്കും പാട്ട് പാടാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മതി. അതുപോലല്ലോ ലൈവ് പെർഫോമൻസ്. ലൈവ് നമ്മള് കള്ളം കാണിക്കാൻ പറ്റില്ലല്ലോ. അതെ, അതിന്റെ ഒരു പെർഫെക്ഷൻ എന്തെങ്കിലും പ്രത്യേകം ശ്രമിക്കാറുണ്ട്? എന്താ ഇല്ല, നമ്മളെ സംഗീതം പഠിക്കുക എന്നുള്ളത് തന്നെ പ്രധാനം. മാത്രമല്ല, ഞാനായിട്ട് ഇത്രയും കാലം വർഷങ്ങളുടെ ഒരു ഇതുണ്ട്, 10-40 വർഷം കഴിഞ്ഞു ഞാൻ ഈ രംഗത്ത്. അപ്പം ഞാൻ ഈ തുടക്കം വന്നത് ഇപ്പോൾ എൻ്റെ ഒരു ആദ്യത്തെ സംഗീത സംവിധാനം എന്ന് പറയുന്നത് കുമരകം രാജപ്പൻ, അർജുന മാസ്റ്റർ. അപ്പം അവരുടെ കൂടെയൊക്കെ നടന്നും കണ്ടും കേട്ടും സ്വാഭാവികമായി ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് കടന്നു വന്ന ഒരു ഇതുണ്ട്, ഒരു പ്രോസസ്സുണ്ട്. അത് കാലങ്ങളുടെ ജീവിതാനുഭവം കൊണ്ടും ഇവരുടെയൊക്കെ നടന്നും കണ്ടും കേട്ടും കിട്ടിയതാണ്. പിന്നെ എൻ്റെ അഭ്യാസനം ജീവിതത്തിൽ ഞാൻ സ്വയർനാൾ കോളേജിൽ എൻ്റെ ഗുരുനാഥന്മാരുടെ ഒക്കെ കൂടെ നടന്നും ഒക്കെ കിട്ടിയിട്ടുള്ള കാര്യം. എം ജി രാധാകൃഷ്ണൻ സാറ്, പിന്നെ നമ്മുടെ പെരുമ്പാവൂർ സാറ്, കെ പി ഉദയഭാനു സാറ്, പീരിയില ബ്രഹ്മാനന്ദണ്ണൻ. അപ്പൊ ഈ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു ടീമുണ്ട്. ഉദയഭാനു സാറാണ് അതിന്റെ നായകൻ. ഈ കമുകറ പുരുഷോത്തമ സാർ, ഇവരുടെ എല്ലാം കൂടെ ഒരുമിച്ച് ഒത്തിരി കാലം ഈ ഓൾഡ് ഈസ് ഗോൾഡിന്റെ പാട്ടുകൾ തന്നെ നടന്നിട്ടുണ്ട്. തുടക്കകാലത്തിൽ ഞാൻ ദാസാറിന്റെ പാട്ടുകൾ മാത്രമേ സ്റ്റേജിൽ പാടിയിരുന്നുള്ളൂ. പിന്നെയാണ് ഞാൻ ഈ ഓൾഡ് ഈസ് ഗോൾഡിലേക്ക് വരുന്നത്. ഓൾഡ് ഈസ് ഗോൾഡ് വന്നപ്പോൾ കമുകറ സാറിന്റെ കൂടെയും സിഒ ആൻഡോ, പി ബി ശ്രീനിവാസ്, അങ്ങനെയുള്ള ലെജൻഡുകളോടൊപ്പം ഈ ഓൾഡ് ഈസ് ഗോൾഡിനൊപ്പം നടന്നിട്ടുണ്ട്. ഞാൻ ഈ ലോകം മൊത്തം നടന്നിട്ടുണ്ട്, പല രാജ്യങ്ങളിലും, ഈ കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ ഞങ്ങൾ സാറിന്റെ കൂടെ പോയിട്ടുണ്ട്. അപ്പം
ഇവർ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾ വെറുതെ ഞങ്ങൾ ബാക്ക് സ്റ്റേജിൽ ഞങ്ങൾ നുണ പറഞ്ഞിരിക്കില്ല. നിരീക്ഷിക്കുക അവരൊക്കെ അവര് പാടുന്നത്, അവരുടെ അനുഭവങ്ങൾ, അവരോടൊപ്പം നടന്ന ആ ഒരു അവരിൽ നിന്ന് നമ്മൾ പോലും അറിയാതെ അവരിൽ നിന്ന് കിട്ടിയ ചില ശിക്ഷണങ്ങളുണ്ട്. അതൊക്കെയാണ് ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ ഗുരുത്വമാണല്ലേ. ഓക്കെ, ഞാൻ ഇപ്പോൾ സിയോന്റെ കമൂറ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ചില പാട്ടുകൾ മനസ്സിലാക്കി. ഇപ്പൊ മധുരിക്കോർമ്മകളെ, വീടിനു പൊന്മണി വിളക്കു നീ, തറവാടിനു നിധി നീ, കുടുംബിനി പതിയെ കൂപ്പും നിൻകരതാരുകൾ, പതിയുവതെല്ലാം സഫലം. ഇങ്ങനൊരു പാട്ടുണ്ട്, വീടിന് പൊന്മണി വിളക്കുന്നു. വീട്ടിൽ അങ്ങനെ ഒരു പൊന്മണി ഇരിപ്പുണ്ട്. ശർമിള ചേച്ചി അല്ലേ? ഓക്കെ, അപ്പൊ ചേച്ചിക്കുള്ള കോംപ്ലിമെന്റ്. രാവിലെ ചേച്ചി സന്തോഷമായി കാണും, നാരായണി സന്തോഷമായി കാണും. അപ്പൊ ഇനി മകന് എന്തെങ്കിലും കോംപ്ലിമെന്റ് കൊടുക്കണ്ടേ നമുക്ക്? സാഹചര്യം പോലെ വരും അല്ലേ? ഓക്കെ, ഞാൻ ഒരിക്കലും കൂടി നാരായണിലേക്ക്. ഞാൻ നാരായണനെ വിടാം. നാരായണിക്ക് കുറച്ച് അസൗകര്യങ്ങളും ഈ പറഞ്ഞ കാര്യമായിട്ട് തന്നെ പറഞ്ഞു കേട്ടോ. നാരായണിക്ക് അസൗകര്യങ്ങളുണ്ട്. പക്ഷെ അച്ഛൻ ലൈവിലുണ്ടെന്ന് പറഞ്ഞിട്ട് നാരായണി പറയുക, അങ്ങനെയാണെങ്കിൽ ഞാൻ സൂമിലെങ്കിലും ജോയിൻ ചെയ്തോട്ടെ എന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് വെച്ചിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ നാരായണി അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നാരായണിയുടെ ഈ റിയാലിറ്റി ഷോയില് നാരായണന്റെ പെർഫോമൻസ് ഒക്കെ രസകരമായി പോയിരുന്നു. അപ്പോ ഇനി അതിലാ കബി കബി മേരെ ദിൽ മേ എന്നുള്ള പാട്ട്, അത് ഒരുപാട് ശ്രദ്ധേയമായിരുന്നു. അപ്പോ അതിന്റെയും ഒരു 4 പേര് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റില്ലേ നാരായണിക്ക്? ഉറപ്പായിട്ടും പാടാം. അതിനു മുമ്പ് റിയാലിറ്റി ഷോനോട് അതിന്റെ കാര്യത്തിനെ പറ്റി പറഞ്ഞു വന്നപ്പോ, ഉയരെ എല്ലാവർക്കും ഫെമിലിയർ ആണ്. പക്ഷെ എന്നെ കണ്ട് ആൾക്കാര് മനസ്സിലാക്കുന്നത് പറഞ്ഞ സീലെ ഈ ഷോനെ കൊണ്ട് തന്നെയാണ്. അതിന് ഒരുപാട് പേര് ഇപ്പോഴും നമ്മളെ വന്നിട്ട് അപ്രിഷിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ ഒരുപാട് നന്ദി പറയുന്നു എന്റെ പ്രൊഡ്യൂസർ സാറിനായിരുന്നാലും. നമുക്ക് ഇത്രയും അധികം നമ്മൾ ആൾക്കാരെ അറിയാനൊരു വലിയൊരു കാരണമായത് സീയുടെ സരിഗമപ തന്നെയാണ്. അപ്പൊ അത് ഞാൻ ഓർത്തുകൊണ്ട് കഭി കഭി മേരെ ഖയാൽ ആതാ ഹൈ, കഭി കഭി മേരെ ഖയാൽ ആതാ ഹൈ कि जैसे तुझको बनाया गया मेरे, तू अब से पहले सितारों में बस रही थी, तुझे ज़मीन बुलाया गया मेरे, कभी कभी मेरे दिल ख्याल आता है. Thank you. ചുമയുണ്ട് നല്ല. അപ്പൊ ഞാൻ നാരായണി കൊച്ചിയിലായതുകൊണ്ടും ഇപ്പോൾ തിരുവനന്തപുരത്തില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഉറപ്പായും രണ്ടുപേരും ഒരുമിച്ചിരുത്തി പാട്ട് പാടിക്കാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊട്ടെ, ഞാൻ ഈ എങ്ങനെ ഹിന്ദുസ്ഥാനി സംഗീതം പഠനമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായി പോകുന്നു. ടീച്ചറിന്റെ അടുത്ത് തന്നെയാണ്. ഇപ്പൊ ഞാൻ ഇവിടെ ആയതുകൊണ്ട് പഴയ പോലെ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ടീച്ചറായിട്ട് കോൺടാക്ട് ഉണ്ട്. അപ്പൊ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ കൂടി പറ്റുന്ന പോലെ അതൊക്കെ അറ്റൻഡ് ചെയ്ത് പോകുന്നു. അതെനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്ന് ആഗ്രഹമുള്ള കാര്യമാണ്. ടീച്ചറിന്റെ ക്ലാസ്സസ് അത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതാണ് ഒരു കാര്യം ദാറ്റ് ഐ ഷുഡന്റ് ബി ലീവിംഗ് ആലോചിക്കുന്ന ഒരു കാര്യം. ഓക്കെ, എനിവേ എന്താണെങ്കിലും ഈ കല്ലറഗോപന്റെ മകൾ എന്നുള്ള ലേബൽ, അതിനുമപ്പുറം ഒരുപാട് പാട്ടുകളുള്ള ഒരു ഗായിക, ഈ കല്ലറഗോപൻ ചേട്ടന്റെ ലെഗസി കണ്ടിന്യൂ ചെയ്യുന്ന ഒരു ഭാവി ഒക്കെ നേരുന്നു നാരായണിക്ക്. ഒരുപാട് ആശംസകൾ. സന്തോഷം നമ്മളോടൊപ്പം രാവിലെ മോർണിംഗ് വൈബ്സിൽ പങ്കെടുത്തതിനും ഈ അച്ഛനൊരു ചെറിയ സർപ്രൈസ് കൊടുത്തതിനും കേട്ടോ. താങ്ക് യു. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതെ, വീട്ടിലേക്ക് പാടി. അതെ അതെ, വലിയ തട്ടുകൂട്ടൊന്നും ഇല്ലാതെ അച്ഛന്റെ പേര് കാത്തു കൊണ്ടുപോകാൻ പറ്റണമെന്ന് ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. എന്തായാലും എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക് യു. കല്ലറഗോപൻ
കൽരാഘവന്റെ മകൾ എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് നീ ആ ഒരു വേലിക്കുള്ളിൽ നിന്ന് കിടക്കാതെ അത് പൊളിച്ചു പോകണമെന്നാണ് പറഞ്ഞത് അതെ അല്ലേ? അതെ, മനസ്സിലായി. പൊളിച്ചോണ്ടിരിക്കുന്നു അല്ലേ, ചെറുതായിട്ട് വിള്ളലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, അതെ, അതെ. അച്ഛനെ വെട്ടണം എന്നാണ്. അതെ. ഓക്കെ, താങ്ക് യു നാരായണി, താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ ജോയിനിങ് മോർണിംഗ് വൈബ്സ്, താങ്ക് യു. അപ്പൊ ഗോവിന്ദേട്ടൻ എന്തായാലും നാരായണി രാവിലെ നമുക്ക് ഒരു സ്പെഷ്യൽ സർപ്രൈസ്ഡ് ആയോ? അതെ, അതെ, തീർച്ചയായിട്ടും. ആ സൗണ്ട് കേട്ടപ്പോ തന്നെ പെട്ടെന്ന് പിന്നെ ആദ്യത്തെ ഒരു വരി കേട്ടപ്പോഴേ പിടിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് നാരായണിയോട്, നാരായണി എന്താ ചെയ്യേണ്ടത് അവന്റെ പേര് പറയുന്നില്ല ഞാൻ ആദ്യം. അപ്പോ ഇഷ്ടമുള്ള അച്ഛനെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു പാട്ടുണ്ടോ? ഇഷ്ടം പോലെ ഇടുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു പാട്ടിൽ നമുക്ക് തുടങ്ങാൻ പറ്റും. അങ്ങനെയാണ് നാരായണി ഇന്റർവ്യൂ ഇട്ടത്. അല്ല, ഇന്നലെ വൈകുന്നേരം നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവളുടെ പറഞ്ഞു, ഞാനിങ്ങനെ ഇതിന് ഇന്നാര് വിളിക്കും, അപ്പോഴേക്കൊന്നും വേണ്ടിയില്ല. ശർമ്മളയാണ് പറഞ്ഞത്, ഞാനല്ല വിളിച്ചത്. വിളിച്ചിരുന്നു, അത് എനിക്ക് അസൗകര്യം കൊണ്ട് വരാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ നല്ലൊരു അഭിനേതാവ് കൂടിയാണെന്ന് നാരായണി. അതെ, 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 ഞാൻ ശരിക്കും പറ്റിക്കായിരുന്നു. അത് രസമല്ലേ, സന്തോഷം അല്ലേ, ചെറിയൊരു സർപ്രൈസ് ഇങ്ങനെയാണ്. അപ്പം എന്തായാലും ഞാൻ ഗോവിന്ദൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ നമ്മൾ നാടകഗാനങ്ങളെ പറ്റി പറഞ്ഞു, ലളിതഗാനങ്ങളെ. ഈ ചലച്ചിത്ര ഗാനങ്ങളിൽ ഈ ആധുനിക തലമുറയിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സംഗീതത്തെ അതൊക്കെ എങ്ങനെയാണ് ഒരു എന്താ പറയാ, അർജുന മാഷിന്റെ അല്ലെങ്കിൽ ദേവരാജ മാസ്റ്ററൊക്കെ കീഴിൽ നിന്ന ഒരാള് ഇപ്പോഴത്തെ ഒരു സംഗീത രീതികളെ എങ്ങനെയാ നോക്കി കാണുന്നത്? അതെ, 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 നല്ല മനോഹരമായ പാട്ടുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പൊ എം ജയചന്ദ്രന്റെയും ബിജി ബാലന്റെയും ഇപ്പൊ ഷാൻ റഹ്മാൻ, ഗോപി സുന്ദർ, ഇവരൊക്കെ മനോഹരമായ സംഗീതത്തിൽ പാട്ടുകൾ വരുന്നുണ്ട് സംഗീതത്തിൽ. അതുപോലെ നല്ല കവിത, ബി കെ ഹരിനാരായണൻ, പിന്നെ റഫീഖ് അഹമ്മദ്, അതുപോലുള്ള പുതിയ പുതിയ ആൾക്കാർ മനോഹരമായ ഗാനങ്ങൾ വരുന്നുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അത് കുറച്ചേ ഉള്ളൂ. ബാക്കി പാട്ടുകൾക്കൊക്കെ ഈ ദേവരാജ മാസ്റ്ററും അർജുന മാസ്റ്ററും രാഘവ മാസ്റ്ററൊക്കെ കൊടുത്ത ഒരു കവിതയ്ക്കുള്ള പ്രാധാന്യമുണ്ടല്ലോ, അതെന്തുമാത്രം കൊടുക്കുന്നു എന്ന് എനിക്ക് ചില സംശയങ്ങൾ പല പാട്ടിലും തോന്നിയിട്ടുണ്ട്. അക്ഷരങ്ങളുടെ ഉച്ചാരണം, ഇതിപ്പോ പിന്നെ കരളെ എന്ന് പറയുന്നത് കരളെ എന്ന് പറയും, കരൾ, അങ്ങനെ അക്ഷരം കരളിന്. അപ്പൊ ഈ അക്ഷരത്തിന്റെ പ്രാധാന്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മലയാള ഭാഷയെ നമ്മൾ മാതൃഭാഷ എന്നാണ് പറയുന്നത്. അപ്പൊ അതിനൊക്കെ കുറച്ച് ചില പല പാട്ടുകളിലും അത് ശരിയാവുന്നുണ്ടോ എന്നുള്ള സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ സമീപത്തെ അതുപോലെ ഈ ഇപ്പം ദക്ഷിണാമൃതസ്വാമിയുടെ പാട്ടുകൾ അദ്ദേഹം പറയാറുണ്ട്, നമ്മൾ സംസാരിക്കുമ്പോൾ അതിനകത്തൊരു ഭാവമുണ്ട്. ഇപ്പൊ നമ്മൾ അമ്മയെന്ന് വിളിക്കുമ്പോഴേ പല തരത്തിൽ വിളിക്കാം. ദേഷ്യം വന്ന് വിളിക്കുന്നത് വേറൊരു അമ്മയെന്ന്, അല്ല സങ്കടത്തോടെ വിളിക്കുന്ന വേറൊരു രീതിയാണ്. നമ്മൾ ഈ സംസാരിക്കുന്നതിൽ പോലും സംഗീതമുണ്ട്. അതാണ് വാസ്തവത്തിൽ നമ്മുടെ ഈ കവിതകളിൽ ഗാനങ്ങളിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ദക്ഷിണാമൃതസ്വാമിയും ദേവരായ മാസ്റ്ററും ഒക്കെ ചെയ്തിരുന്ന അതാണ്. ഇപ്പം അതിനൊരിക്കൽ ഒരു ഉദാഹരണം തന്നെയുണ്ട്. പല ദേവരായ മാസ്റ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ഈ മൗനം എന്ന് പറയുമ്പോൾ എന്തിനാ ഉച്ചത്തിൽ വിളിക്കുന്നത്? മൗനം അങ്ങ് ഉയരത്തിലല്ല താഴല്ലേ വെക്കേണ്ടത്, അങ്ങനെ എന്ന് പറയാറുണ്ട്. മൗനമേ പാട്ട് എം ജി രാജസാറിന്റെ പാട്ടാ, അതിന് മൗനമേ എന്ന് ഉറക്കം വിളിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ഇങ്ങനെ ദേവരായ മാസ്റ്റർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ അത്തരം കാര്യങ്ങളുണ്ട്. അത് കവിതയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട്. കവിത മനസ്സിലാവുന്നില്ല സംഗീതത്തിലൂടെ. ഈ കവിതയ്ക്കനുസരിച്ച് ആ കവിതയ്ക്ക് ഇണങ്ങുന്ന തരത്തിലുള്ളൊരു സംഗീതം ഉണ്ട്, അത് കൃത്യമായി വരുന്നോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് പുതിയ പാട്ടുകൾ. ശരി, ഞാൻ എന്തായാലും ഒരു ചെറിയ റിപ്പോർട്ട് ഞാൻ പ്രേക്ഷകരിലേക്ക് പോയിട്ട് ഞാൻ ഗോപചേട്ടന്റെ വിശേഷങ്ങളിലേക്ക് വരാം. എന്നാലും ഈ ഗോപചേട്ടന്റെ സംഗീതം, ഗോപചേട്ടന്റെ വിശേഷങ്ങളൊക്കെയാണ് പങ്കുവച്ചത്. അപ്പൊ നാരായണി നമ്മോടൊപ്പം ചേർന്നിരുന്നു, നാരായണി ഗോപൻ മകൾ. അപ്പോൾ ഞാൻ പോകുന്നത് വേറെ എവിടേക്കല്ല, ബീന ജോസഫ് എന്ന് പറയുന്ന ഒരു വീട്ടമ്മയുടെ വിശേഷത്തിലേക്കാണ്. ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മലയാളി വീട്ടമ്മയായിട്ടുള്ള ബീന ജോസഫ്. അവരുടെ കവിതകളാണ് അതിൽ ശ്രദ്ധേയം. ഇടുക്കി കൊച്ചുകാമാക്ഷി സ്വദേശിനിയാണ് ബീന. അംഗീകാരം, അതിന്റെ നേട്ടത്തിന്റെ സന്തോഷത്തിലാണ് ബീനയുള്ളത്. ബീനയുടെ റിപ്പോർട്ട് കണ്ട ശേഷം മടങ്ങിയെത്താം നമ്മൾ മ്യൂസിയത്തിലേക്ക്, ഗോപചേട്ടന്റെ വിശേഷങ്ങളിലേക്ക്. ഉച്ചക്കൊടും വെയിൽ ചുട്ടു പൊള്ളിച്ചിടും വെന്തു വെണ്ണീറായ മണ്ണിലൂടെ ദുഃഖത്തിൻ പാണ്ഡവും ഒക്കത്തു വച്ചമ്മ നീങ്ങുന്നു നഗ്നമാം പാദമോടെ.
ഒരു മണിക്കൂറിനുള്ളിൽ 16 വരികൾ വീതമുള്ള 16 കവിതകൾ രചിച്ചുകൊണ്ടാണ് ഇടുക്കി ചെമ്പകപ്പാറ കൊച്ചുകാമാക്ഷി സ്വദേശിനി വില്ലന്താനത്ത് ബീന ജോസഫ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ഇടം നേടിയത്. തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളും വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങളും ഉൾക്കൊള്ളുന്നതാണ് ബീന ജോസഫ് എന്ന വീട്ടമ്മയുടെ കവിതകൾ. 30 കവിതകളുടെ സമാഹാരമായ അമ്മത്തണൽ അടുത്തിടെയാണ് പ്രകാശനം ചെയ്തത്. സ്കൂൾ തലം മുതൽ ആരംഭിച്ച എഴുത്താണ് ഇപ്പോൾ ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ വരെ എത്തി നിൽക്കുന്നത്. സ്കൂൾ കാലഘട്ടം തൊട്ടേ എഴുതുമായിരുന്നു. പക്ഷേ അത് ഇങ്ങനെ പുറത്തേക്ക് പ്രസിദ്ധീകരിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അധികം അവർക്ക് അറിയത്തില്ലായിരുന്നു. കോളേജിലും ഒക്കെ വെച്ച് കഥകളും കവിതകളും ഒക്കെ എഴുതുമായിരുന്നു. കോളേജ് മാഗസിന് വേണ്ടി ചിത്രങ്ങൾ വരയ്ക്കുമായിരുന്നു. കൂട്ടുകാരാണ് എപ്പോഴും എഴുതാൻ പ്രചോദനമായിട്ട് നിന്നിട്ടുള്ളത്. അത് കഴിഞ്ഞ് വിവാഹത്തിന് ശേഷം പിന്നെ കുറേ നാൾ എഴുതാതെയൊക്കെ ഒരു നീണ്ട ഇടവേള എടുത്തു. അപ്പോൾ കൂട്ടുകാരിങ്ങനെ വന്ന് ചോദിക്കും, നീ എന്താ എഴുതാത്തെ? നീ എഴുതിയിരുന്ന കഥകളും കവിതകളും ഒക്കെ ഞങ്ങൾക്ക് എത്ര ഇഷ്ടമായിരുന്നു, നീ വീണ്ടും എഴുത് എന്ന് പറഞ്ഞ് അവർ പ്രോത്സാഹിപ്പിച്ച് അങ്ങനെയാണ് വീണ്ടും ഞാൻ കവിതകൾ എഴുതാൻ തുടങ്ങിയത്. ലളിതമായ ഭാഷാ പ്രയോഗത്തിലൂടെയുള്ള രചനയാണ് ബീനയുടെ കവിതകളെ ജീവസുറ്റതാക്കുന്നത്. അമ്മത്തണൽ ഉൾപ്പെടെ ബീനയുടെ കവിതകൾക്ക് നിരവധി ആസ്വാദകരുണ്ട്. ബീന ചേച്ചിയിൽ ഒരു കാവ്യഭാഗം ഉണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ കുടുംബശ്രീ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാന തലത്തിൽ നടന്നിരുന്ന കേരളോത്സവം മുഖേനയാണ്. കഴിഞ്ഞ വർഷത്തെ കേരളോത്സവത്തിൽ ഉപന്യാസ രചനയ്ക്ക് സംസ്ഥാന തലത്തിൽ പോയി എ ഗ്രേഡ് മേടിച്ചിട്ട് വന്ന വ്യക്തിയായിരുന്നു ബീന സിനോജ്. ബീന സിനോജിന് അങ്ങനെയാണ് ഇങ്ങനെയൊരു ഭാവന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായതും. വിവിധ സംഘടനകളുടെ നിരവധി പുരസ്കാരങ്ങളും ഈ കവയത്രിക്ക് ലഭിച്ചിട്ടുണ്ട്. എഴുത്തിന്റെ വഴികളിൽ എല്ലാ പ്രോത്സാഹനങ്ങളുമായി ഭർത്താവ് സിനോജും മക്കളായ സെബിനും സ്നേഹയുമുണ്ട്. തനിക്ക് ലഭിച്ച ലോക അംഗീകാരം കൂടുതൽ എഴുത്തിനുള്ള പ്രചോദനമായെന്ന് ബീന ജോസഫ് പറയുന്നു. ആശതൻ നീർവറ്റി ശുഷ്കമാം കൺകളിൽ മൃത്യുവെ തേടുന്ന ദൈന്യതയാൽ ഇടറുന്ന പാദങ്ങൾ പറയുമാ വേദന പട്ടിണിയാണമ്മ എന്ന സത്യം സ്വാർത്ഥരാം മക്കൾക്ക് താരുടൽ തൊട്ടിലായി. ന്യൂസ് 18 ഇടുക്കി. ഓക്കെ, അപ്പോ എന്താണെങ്കിലും ബീന ജോസഫിന്റെ വിശേഷങ്ങൾ കണ്ടല്ലോ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ പാട്ടും കവിതയും വർത്തമാനങ്ങൾ വാർത്തകളൊക്കെയായി നമ്മൾ മോർണിംഗ് വൈബ്സ് തുടരും. ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകുന്നു. കല്ലറ ഗോപൻ പ്രമുഖനായിട്ടുള്ള മ്യൂസിഷ്യൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം തുടരുന്നുണ്ട്. നമുക്ക് വീണ്ടും തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയിലേക്ക്. വീണ്ടും സ്വാഗതം മോർണിംഗ് വൈബ്സിലേക്ക്. മോർണിംഗ് വൈബ്സ് തിരുവനന്തപുരത്ത് മ്യൂസിയത്തിൽ ഇവിടെ ഞങ്ങളിങ്ങനെ പാട്ടൊക്കെയായി സംസാരമൊക്കെയായി നീങ്ങുകയായിരുന്നു. കല്ലറ ഗോപൻ ചേട്ടൻ നമ്മളൊപ്പം തുടരുന്നുണ്ട്. ഈ ഗോപൻ ചേട്ടൻ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞു സ്കൂൾ കാലഘട്ടത്തിൽ ദൂരദർശനിൽ കണ്ട കാഴ്ച അന്ന് കണ്ടതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട്. എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അതിലെ ചായ ഒക്കെ തേച്ച് എനിക്ക് ഉച്ചയ്ക്കുന്നല്ല വേറെ കാര്യം അല്ലല്ലേ? പ്രായമല്ല, പ്രായമൊക്കെ നന്നായിട്ട് പ്രായമായി. എന്തെങ്കിലും ഈ സംഗീതം ഒക്കെ ആയതുകൊണ്ട് കൃത്യമായിട്ടുള്ള നിഷ്ഠകളൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഞാൻ സാധാരണ പോലെ തന്നെ ജീവിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു പ്രത്യേകിച്ച് നിഷ്ഠയൊന്നുമില്ല. ചില കാര്യങ്ങൾ ഞാൻ തണുത്തത് ഐസ്ക്രീം അങ്ങനെയുള്ളതൊന്നും ഉപയോഗിക്കാറില്ല, അതൊക്കെ ഒഴിവാക്കും. പിന്നെ നമ്മുടെ സാധാരണ ആഹാരം തൈര് മോരൊക്കെ കഴിക്കും. അതിലൊക്കെ കാര്യമുണ്ട് ഈ പറയുന്ന പോലെ. ചില ശാരീരിക പ്രകൃതിയാണ്, ബോഡി നേച്ചറാണ്. അത് ചിലർക്ക് പെട്ടെന്ന് അത് ദോഷം ചെയ്യും. എനിക്ക് തണുത്തതെന്തെങ്കിലും കഴിച്ച പ്രശ്നമുണ്ട്, അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ദുശീലങ്ങളൊന്നും ഒരിക്കലും പാടില്ല. ഈ മദ്യപാനം, സിഗരറ്റ് വലി, മുറുക്ക്, പൊടി വലി, ഇതൊന്നും നല്ലതല്ല. അതൊക്കെ വളരെ ദോഷം ഉറപ്പായിട്ടും. അത് ഗായകനെന്നല്ല, എല്ലാവർക്കും ചെയ്യുന്ന ദോഷം ഗായകനും ചെയ്യും. പിന്നെ ഒരു സമയത്ത് ഈ കല്ലറ ഗോപൻ എന്നതിനേക്കാൾ ഉപരി മാമാങ്കൻ ഗോപൻ എന്നൊരു പേരുണ്ട്. മാമാങ്കൻ ഗോപൻ അല്ലേ? പാട്ടിറങ്ങുന്ന കാലത്ത് രംഗത്ത് പാട്ട് റിലീസ് ചെയ്യുന്ന സമയത്ത് ഗാനമേളകളിൽ ഈ പാട്ട് പാടിയാണ് ഞാൻ തുടങ്ങുന്നത്. ഗാനങ്ങൾ ഒരു 84 കാലഘട്ടത്തില് ഗാനമേള രംഗത്തേക്ക് വന്നപ്പോ ഈ മാമാങ്കം പലകുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായി കേരള പഴമചരിതമെഴുതിയൊരു ഭാരത പുഴതന്നരിയ മണത്തരികളെ പറയുക നിണമെഴുതിയ കഥമാമാങ്കം. അത് ബിച്ചി തിരുമല രവീന്ദ്ര മാഷയുടെ പാട്ട്. അത് വർഷങ്ങൾക്ക് മുമ്പ്
84 83 ആ പാട്ട് റിലീസാവുന്നത്. ഞാനന്ന് ഗാനമേളയിൽ പാടിയാണ് തുടങ്ങിയത്. അപ്പൊ അത് ഭയങ്കര ഹിറ്റായി. ഈ പാട്ട് ഹിറ്റായി, അതോടൊപ്പം ഞാൻ ഗാനമേളയിൽ പാടുന്നതും ആൾക്കാർക്ക് ഹരമായി. അങ്ങനെയാണ് അതൊരു മാമാങ്കം ഗോപൻ എന്നുള്ള പേര് വന്നത്. ഓക്കെ, ഇനി നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിൽ നിന്ന് അവിടുത്തെ ടീമും നമ്മുടെ എസ് ലല്ലു ഒക്കെ അയ്യോ ഏത് പാട്ടായിരുന്നു ചോദിക്കാൻ പറഞ്ഞത്? PCR ഒന്നുകൂടി പറഞ്ഞേ. പെട്ടെന്ന് എന്റെ വരിക ഗന്ധർവ ഗായിക എന്നുള്ള പാട്ട് പാടാൻ ആവശ്യപ്പെടുന്നു. പെട്ടെന്ന് ഔട്ടായി. ആ പാട്ടൊന്ന് പാടാമോ? തീർച്ചയായിട്ടും. പിന്നെ അത് വലിയ പ്രാധാന്യമുള്ള പാട്ടാണ്. കാളിദാസ കലാകേന്ദ്രത്തിന്റെ അവതരണ ഗാനമാണ്. ദേവരാജ മാസ്റ്ററാണ് റെക്കോർഡിൽ അതിന്റെ ആദ്യത്തെ ശ്ലോകം പാടിയിരിക്കുന്നത്. അതിനുശേഷം CO ആൻഡോ ആണ് ലീഡ് ചെയ്തിരിക്കുന്നത് ആ പാട്ട്. ഇത് വളരെ പ്രസിദ്ധമായ പാട്ടാണ്. കാലം കൈകളിലേറ്റുവാങ്ങിയ കലാലാവണ്യമേ മാലിനീ കൂലേ നിന്നു കുണുങ്ങും ഏണമൃഗമൊത്താഹ്ലാദമോലുന്നിതാ നീളക്കൺമുനയാൽ കദംബമലർമാല്യം നീട്ടി ഉൾത്താരിലെ താളത്താൽ തുടികൊട്ടി നിൻ പുകൾ പുലർത്തിയിടുന്നു നൂറ്റാണ്ടുകൾ. വരിക ഗന്ധർവ ഗായക വീണ്ടും വരിക കാത്തു നിൽക്കുന്നിതാ കാലം തരിക മാനവാത്മാവിന്റെ ശോക ഇണയവേർപെട്ട പക്ഷി തൻ ദുഃഖം ഇണപിരിഞ്ഞൊരു യക്ഷന്റെ ദുഃഖം ഇനിയും നിന്നു വിതുമ്പും ഈ മണ്ണിൽ ഇനി വരില്ലേ വരില്ലേ നീ വീണ്ടും. വരിക ഗന്ധർവ ഗായക വീണ്ടും വരിക കാതോർത്തു നിൽക്കുന്നു കാലം തരിക ഞങ്ങൾ തൻ കൈകളിലേക്ക മധുരനാദ വിലോലമാം വീണ. ഓം ഓം ഓം. ഒരുപാട് ആസ്വാദനമുള്ള പാട്ടാണ്. എന്ത് വളരെ ചുരുങ്ങിയ എന്താണ് വരിക ഗന്ധർവ ഗായക. അത് ONV സാറിന്റെ അദ്ദേഹത്തിന്റെ മരിച്ച് കിടന്നപ്പം ഞങ്ങൾ ഈ ഗ്രൂപ്പ് ഈ പാട്ട് പാടി വരിക ഗന്ധർവ ഗായക. അത് വളരെ വികാരഭരിതമായിരുന്നു. ഒരു ഡിമാൻഡ് കൂടെ ഉണ്ട്, ഒരു പാട്ട് കൂടി, സ്വർണ്ണഗോപുരം നിർത്തി. അതും അവിടെ തന്നെയാണ്. അത് ജേട്ടന്റെ പാട്ട്. MS വിശ്വനാഥൻ എന്ന ഒരു വലിയ സംഗീതജ്ഞനുണ്ട്. ഭാരതത്തിലെ ഒന്നാം നിരയിലുള്ള നമ്മൾ നൌഷാദ് എന്നൊക്കെ പറയുന്ന പോലെ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അതിനേക്കാൾ ഉപരി ഒരുപാട് എണ്ണത്തില് വേൾഡ് റെക്കോർഡാണ്. ഇത്രയും സിനിമയ്ക്കും ഇത്രയും ഗാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് MS വിശ്വനാഥൻ. അദ്ദേഹത്തിന്റെ പാട്ടാണ്, അദ്ദേഹം സംഗീത സംവിധാനം മലയാളത്തിൽ ചെയ്ത പാട്ടാണ്. സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻരൂപം ഏതൊരു കോവിലും ദേവതയാക്കും ഏതൊരു കോവിലും ദേവതയാക്കും ഏതു പൂജാരിയും പൂജിക്കും നിന്നെ ഏതു പൂജാരിയും പൂജിക്കും സ്വർണ്ണഗോപുര നർത്തകീ ശില്പം കണ്ണിനു സായൂജ്യം നിൻരൂപം. മനോഹരമായ എങ്ങനെ ഒരു ഫീല്. പക്ഷെ നമ്മൾ ഈ പഴയ ഗാനങ്ങൾ ഇത്രമാത്രം നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കുന്നതും ഇത്തരം ഫീലും ആ വരികളും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഇതാണ്. അതെ അതെ. ഇപ്പോൾ അത്രമാത്രം ഇപ്പൊ പറഞ്ഞ വ്യത്യാസമുണ്ട്. ഈ പറഞ്ഞ ഒരുപാട് പേരുണ്ട്, നല്ല കവിതകൾ എഴുതുന്നുണ്ടെങ്കിൽ പോലും. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ സംഗീതത്തിലെ ആദ്യ ഗുരു ആരാണ്? ആദ്യ ഗുരു നാട്ടില് ഒരു നടരാജൻ സാറാണ്. അദ്ദേഹമാണ് എന്നെ സൗഹൃദ സംഗീത കോളേജിലേക്ക്
പ്രാഥമികമായി കുറെ പഠിപ്പിച്ച ആള്. അദ്ദേഹം എന്റെ നാട്ടിലെ കല്ലറത്തെ ഹൈസ്കൂളിലെ അല്ല UP സ്കൂളിലെ സംഗീത അധ്യാപകനായിരുന്നു. അദ്ദേഹമാണ് എന്നെ 4ാം ക്ലാസ് മുതൽ പാട്ടൊക്കെ പറഞ്ഞിരുന്നത്. മാവേലി പാട്ടുമായി മാമല നാട്ടിലേക്കാവണി മാസമേ പോരൂ നീ, മാവേലി പാട്ടുമായി പോരൂ നീ. ഇങ്ങനൊരു പാട്ട് തന്നെ 4ാം ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് സാറ്. ഈ പാട്ട് ONV സാർ എഴുതിയതാണ്. അത് ഒന്നാകും കുന്നിലെ 3 മുൾക്കാടുകൾ ഒന്നാകും പൊന്നോണ നാളേവാ. കേരളം 3ആയിട്ട് വിഭജിച്ചിരുന്ന ഒരു കാലത്തിൽ നിന്ന് മാറി കേരളമായി രൂപപ്പെട്ടപ്പോൾ ONV സാർ എഴുതിയ പാട്ടാണത്. അപ്പൊ അതാണ് ഞാൻ ആദ്യം എന്നെ സാറ് പഠിപ്പിക്കുന്നത്. അതാണ് എന്റെ ആദ്യ ഗുരു ശ്രീ നടരാജൻ സാറ്. അതിനുശേഷം ഒരു രാമൻകുട്ടി സാറുണ്ട്. അദ്ദേഹം രണ്ടുപേരും ഇപ്പൊ ഇല്ല, മരിച്ചുപോയി. പിന്നെ പൂതംകുളം എന്ന സ്ഥലമുണ്ട്, അവിടുത്തെ അധ്യാപക ആണ്. അദ്ദേഹം കല്ലറ ഹൈസ്കൂളിലെ സംഗീത അധ്യാപകനായിരുന്നു രാമൻകുട്ടി സാറ്. അവര് രണ്ടുപേരും ഇല്ല. പിന്നെ ഞാൻ പെരുമ്പാവൂർ സാറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്, MG രാജ സാറിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. ഉദയഭാനു സാറിന്റെ അടുത്ത് നിന്ന് നേരിട്ട് എന്നെ ഒന്നും പഠിപ്പിച്ചില്ലെങ്കിലും അദ്ദേഹം എനിക്ക് ഒരുപാട് സംഗീതത്തിന്റെ ഒരുപാട് പാഠങ്ങൾ ഞാൻ പോലും അറിയാതെ എന്നിലേക്ക് ഇങ്ങനെ പകർന്നു തന്നിട്ടുണ്ട്. പിന്നെ എന്റെ അടിസ്ഥാന ഗുരു എന്ന് പറയുന്നത് B ശശികുമാർ സാറാണ്. അദ്ദേഹം ആകാശവാണിയിൽ ഞാൻ 84 കാലഘട്ടത്തിലെ ഓഡിഷനായി വന്നപ്പോൾ മുതലാണ് അദ്ദേഹം നേരിട്ട് ഞാൻ കാണുന്നത്. അല്ലാതെ ഞാൻ വളരെ ദൂരെ നിന്ന് അദ്ദേഹത്തിന്റെ കച്ചേരികളും വയലിൻ വായനയൊക്കെ ഞാൻ ധാരാളം കേട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അദ്ദേഹമായിട്ട് അടുക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല. എന്റെ അഭിപ്രായത്തിൽ ഇന്ന് ഭാരതീയ സംഗീതത്തിലെ ഏറ്റവും മഹാന്മാരായ 5 മഹാവിദ്വാൻമാരെ എടുക്കുകയാണെങ്കിൽ അതിലൊരാളാണ് ശശികുമാർ സാർ. അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയി. മഹാവിദ്വാൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിറഞ്ഞ സംഗീതം. അതിലുപരി 350ഓളം ശിഷ്യന്മാരുണ്ട് അദ്ദേഹത്തിന്. എത്രയോ ശിഷ്യന്മാർ, എല്ലാം പ്രഗത്ഭരായ പ്രമുഖരായ ശിഷ്യന്മാരാണ്. 5 പൈസ പോലും ഫീസ് വാങ്ങിക്കാതെ സംഗീതം ദാനം ചെയ്ത വ്യക്തിയാണ്. അപ്പം പിന്നെ സ്വർണത്തിന്റെ പിന്നെ ത്രാസിലിട്ട് തൂക്കിയാണ് ഇപ്പൊ സംഗീതം പഠിപ്പിക്കുന്നത് പല അധ്യാപകർ. അവിടെയാണ് ഈ ബൃഹത്തായ മഹത്തരമായ സംഗീതം ഒരു ഫീസ് പോലും വാങ്ങിക്കാതെ അത് അർഹിക്കുന്ന ശിഷ്യന്മാരെയൊക്കെ അത് കൊടുക്കുള്ളൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു മഹാവിദ്വാനായിരുന്നു അദ്ദേഹം, നമ്മുടെ ബാലഭാസ്കറിന്റെ അമ്മാവൻ. ബാലഭാസ്കറിന്റെ. അപ്പൊ ഞാനേ ഇനി ഈ പുതുതലമുറയിലെ സംഗീതങ്ങൾ കേട്ടിട്ട് എപ്പോഴെങ്കിലും ഇങ്ങനെ മൂളാറുള്ള പാട്ട് ഏതെങ്കിലും ഉണ്ടോ പുതുതലമുറയിൽ? ഒരുപാട് പാട്ടിലുണ്ട്. ഇപ്പൊ എന്താണ് പിന്നെ നമ്മുടെ ഇതിലെ പാട്ടില് വേറെ മരണമെത്തുന്ന നേരത്ത് ആ പാട്ടില് റഫീഖ് അഹമ്മദിന്റെ. അതായത് എനിക്ക് കൃത്യമായ ലിറിക്സ് ഓർമ്മ വരുന്നില്ല. അതിന്റെ പാട്ടിനെ എന്തൊക്കെ കേൾക്കാം. അങ്ങനെ ഒരുപാട് പാട്ടിലുണ്ട്. അതെ അതെ. ശരി ശരി. ഇനി നമുക്ക് കളിയാട്ടത്തിലെ ആ പാട്ട്. കളിയാട്ടത്തിൽ കൈതപ്പുറം ദാമോദരൻ എഴുതിയത്, സംഗീതം അദ്ദേഹം തന്നെയാണ്. കൈതപ്പുറം വിശ്വൻ, അതായത് ദാമോദരൻ അനിയൻ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ അക്കാഡമിയിൽ അഡ്മിഷൻ വാങ്ങിക്കുന്നതും ആപ്ലിക്കേഷൻ വാങ്ങിക്കുന്നത് പോലെ ഒരുമിച്ച് യാദൃച്ഛമായിട്ട് വന്നതാണ്. അപ്പൊ അങ്ങനെ ആ ഒരു സൗഹൃദം അദ്ദേഹം അടുത്ത കാലത്തും നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. അതുവരെയും തുടർന്നിരുന്നു. വിശ്വനാണ് ശാസ്ത്രത്തിലെ കൈതപ്പുറം ദാമോദരൻ പരിചയപ്പെടാനും ഈ ആ ഒരു സൗഹൃദ വലയം ഉണ്ടാകുന്നതിലെ കാരണക്കാരനായത് വിശ്വനാണ്. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി, പൂങ്കോഴി കരഞ്ഞു കളിത്തോഴിയുറങ്ങി, അവൾ മാത്രം ഉണ്ണാതെ ഉറങ്ങാതെ കഴിഞ്ഞു. വില്ലാളി വീരനെ ഒരു നോക്കു കാണുവാൻ നൊമ്പരം പൂണ്ടവൾ മനം നൊന്തു പിടഞ്ഞു. കതിവനൂർ വീരനെ നോമ്പു നോറ്റിരുന്നു, മാമയിൽ പീലി പോലഴകോലും ചെമ്മരത്തി. അതും അധികം വല്ലാത്തൊരു ഫീൽഡാണ്. ഇനി ഈ സംഗീത നാടക അക്കാദമിയിലൊക്കെ അവാർഡുകൾ വരുമ്പോഴുണ്ടല്ലോ, ഈ നാടക ഗാനത്തിലെ അവാർഡ് പിന്നെ പ്രത്യേകിച്ച് നോക്കാറുണ്ടായിരുന്നില്ല ഒരു കാലഘട്ടം മുഴുവൻ. എത്ര 8 9 അവാർഡായില്ലേ? ഗായകൻ
9 അവാർഡ്. മികച്ച ഗായകനുള്ള മികച്ച നാടകനുള്ള അവാർഡുകൾ 9 തവണ. അതെ, സ്റ്റേറ്റ് അവാർഡ്. അതെ, സംസ്ഥാന അവാർഡ് 9 തവണ. അപ്പോ ഈ നാടകഗാനങ്ങളിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കാര്യം ചോദിച്ചത്. അപ്പോ ഈ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു നാടകഗാനം കൂടി പാടാം. അർജുന മാഷിന്റെ. അതെ, അതിന് വേറെ പ്രത്യേകത ഉണ്ട്. നമ്മൾ അർജുന മാഷിന്റെ ഒരു ബന്ധത്തെ കുറിച്ച് നേരത്തെ ചോദിച്ചല്ലോ. ഈ പിന്നെ ഈ 8 അവാർഡിൽ നീ കിട്ടിയെന്ന് പറഞ്ഞു. 9 അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ഈ അടുത്ത കഴിഞ്ഞ 2022 അവാർഡ് 9ാമത്തതാണ്. അതിനു മുമ്പുള്ള 8 അവാർഡുകളും എനിക്ക് സമ്മാനിച്ചത് അർജുന മാഷിന്റെ സംഗീതമാണ്. അർജുന മാഷിന്റെ സംഗീതത്തിന് പാടിയ പാട്ടുകൾക്ക് മാത്രമേ എനിക്ക് അവാർഡ് കിട്ടിയിട്ടുള്ളൂ. 8 അതാണ്. ഈ 9ാമത്തെ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പോയതിനു ശേഷം ഉദയൻ അഞ്ചലിന്റെ ഒരു പെട്ടി KPSCയുടെ തന്നെ ഏറ്റവും പുതിയ നാടകം ആയ അതിൽ പാടിയതിനാണ് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയ ഒരു പാട്ട്. അതിനാണ് 9ാമത്തെ അവാർഡ്. പക്ഷെ 8 അർജുന മാഷിന്റെ സംഗീതത്തിലാണ് കിട്ടിയിരിക്കുന്നത്, അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതൊരു വല്ലാത്ത പ്രത്യേകത. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എല്ലാ പാട്ടിലും ആ പാട്ട് കിട്ടിയ എല്ലാ പാട്ടും അർജുന മാഷിന്റെ സംഗീതമാണല്ലോ. ONV സാർ എഴുതിയ പാട്ടിലാണ് അതെല്ലാം. അതിലൊരു പാട്ടത് പിന്നെ രാവിൽ വിരിഞ്ഞു പുലരിയിൽ മാഞ്ഞു പൂവേ നിൻ പേരെനിക്കറിയില്ല എങ്കിലും നിന്നിതൾ തുമ്പിലെത്തൂമണം എന്നെയും കാത്തിങ്ങു നിൽപ്പൂ എന്നെയും കാത്തിങ്ങു നിൽപ്പൂ രാവിൽ വിരിഞ്ഞു പുലരിയിൽ മാഞ്ഞു പൂവേ നിൻ പേരെനിക്കറിയില്ല. ഈ യേശുദാസിന്റെ പാട്ടുകളോടാണ് കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്ന ആദ്യ കാലഘട്ടം. ഐ മീൻസ് അല്ലേ, യേശുദാസിന്റെ പാട്ടുകൾ കൂടുതൽ പാടാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ല വേദികളാണെങ്കിലും. അത് മാറി, എനിക്കത് മാറി. ഞാൻ എല്ലാവരെയും പാട്ട് പാടും. എനിക്ക് എന്ന് വെച്ചാൽ യേശുദാസൻ ദാസാറിനോടുള്ള പാട്ടുകളുടെ ഇഷ്ടം ഒരിക്കലും കുറഞ്ഞു. അത് അങ്ങനെ നിലനിൽക്കവേ തന്നെ എല്ലാ സിംഗേഴ്സിന്റെ പാട്ടുകളും പാടാൻ ഞാൻ ശ്രമിക്കുകയും എനിക്ക് പിന്നെ പാട്ടുകൾ മാത്രമായി എന്റെ മുന്നിൽ ഗായകരിൽ നിന്ന് മറഞ്ഞു പോകും. ആ പാട്ട് മാത്രമേ എന്നിലേക്ക് വരുന്ന ഒരു അവസ്ഥ എനിക്ക് പിൽക്കാലത്ത് ഇപ്പോഴും എനിക്ക് അങ്ങനെയാണ്. ഞാനിപ്പോൾ ജയേട്ടൻ പാടിയ ജയേട്ടനോട് ദാസാറിനെ പോലെ തന്നെ ജയേട്ടന്റെ പാട്ടുകൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ചിട്ടുള്ളതും ഒരുപാട് സ്നേഹം കിട്ടിയിട്ടുള്ള ഒരു ഗായകനാണ് ജയേട്ടൻ. അതിന് മറ്റേ ആ യേശുദാസ് എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തെ നമുക്ക് അടുക്കാൻ കിട്ടുന്നില്ല. അത്ര അകലത്തിലാണ് അദ്ദേഹം. കണ്ടിട്ടുണ്ട്, അടുത്ത് സഹകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് എനിക്ക് സ്നേഹം തന്നിട്ടുണ്ട്. ഒരു സ്റ്റേജിൽ അദ്ദേഹത്തിനോടൊപ്പം പാടിയിട്ടുണ്ട്. എങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ അടുത്ത് എനിക്ക് കിട്ടിയിരിക്കുന്നത് ജയേട്ടനാണ്. ജയേട്ടനെ കൊണ്ട് ഞാൻ എന്റെ സംഗീത സംവിധാനത്തിലുള്ള 90% പാട്ടുകൾ ഞാൻ എന്റെ പാട്ട് ജയേട്ടനെ പാടിയിട്ടുണ്ട്. ജയേട്ടന്റെ പാട്ട് കേൾക്കണം. ജയേട്ടന്റെ പാട്ടാണ് സ്വർണ്ണഗോപുരം. പിന്നെ അല്ലെങ്കിൽ അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരുനീ ദേവതേ അനുരാഗാനം പോലെ അഴകിന്റെ അല പോലെ ആരുനീ ദേവതേ. അതുപോലെ ദൂരദർശനിലെ ഒന്നിനി ശ്രുതി ജേട്ടന്റെ പാട്ട് അതിന്റെ വരികൾ അറിയാമോ? അതെനിക്കൊരു വല്ലാത്ത ഓർമ്മയുള്ളൊരു പാട്ടാണ്. തീർച്ചയായിട്ടും. ഒന്നിനി ശ്രുതി താഴ്ത്തു ശാരദ നീലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ ഒന്നിനി തിരിതാഴ്ത്തു ശാരദ നീലാവേ ഈ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ ഉച്ചത്തിൽ മിടിക്കൊല്ലെ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ
എത്രയോ ദൂരമെന്നോടൊപ്പം നടന്ന പദപത്മങ്ങൾ തരളമായി ഇളവേൽക്കുമ്പോൾ താരാട്ടിന്നനു യാത്ര നിദ്രതൻ പടിവരെ താമര മലർമിഴി അടയും വരെ ഒന്നിനി ഒരു പാട്ടാണ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ഗോപൻ ചേട്ടൻ നമ്മൾ ഏതാണ്ട് സമയം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയമുള്ളൂ. പക്ഷെ അപ്പോഴേക്കും ഒരു പാട്ടോട് പാടിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഗോപൻ ചേട്ടന് പ്രിയപ്പെട്ടവരോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? പ്രിയപ്പെട്ടവരുടെ സ്നേഹം മാത്രം, വേറൊന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എന്തായാലും ഈ സുപ്രഭാതം അതെന്റെ പ്രത്യേകത. ഇന്ന് മാർച്ച് 1 മാർച്ച് 1 ഇന്ന് അർജുന മാസ്റ്ററുടെ ജന്മദിനമാണ്. അതാണ് ഇന്ന് രാവിലെ എനിക്ക് അദ്ദേഹത്തെ ഓർമ്മിക്കാനുള്ളൊരു ഈ ജന്മദിനത്തിൽ അദ്ദേഹത്തിന്റെ കുറെ പാട്ടുകൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിഞ്ഞത് വളരെ സന്തോഷമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വേറൊന്നും പ്രേക്ഷകരോട് പറയാനില്ല. നിറഞ്ഞ സ്നേഹം സംഗീതം പോലെ എല്ലാ കാലവും നിങ്ങളിൽ നിന്ന് സ്നേഹവും അതുപോലെ തിരിച്ചും എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഗോപൻചേട്ടനെ വൈൻഡപ്പ് ചെയ്യല്ല, എനിക്ക് ഇനിയൊരു പാട്ടോടെ വേണം. അതിന് മുമ്പ് ഗോപൻചേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ എന്ന് കരുതി ഞാൻ ആ സമയം തന്നതാണ്. അപ്പം ഈ അർജുനൻ മാഷിന്റെ തന്നെയായിട്ട് ഒരു പാട്ട് പാടി നമുക്ക് അവസാനിപ്പിച്ചാലോ? അല്ലെങ്കിൽ ഇഷ്ടമുള്ളത് വേണ്ട, ഞാൻ വേറെ പറയാം. അർജുനൻ മാഷ് വേണമെന്നില്ല, മാർച്ച് നായൻ പറഞ്ഞാണ്. ഈ വേദികളിൽ ചെല്ലുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ് ഗോപൻചേട്ടന്റെ? അത് ഈ അടുത്ത കാലത്ത് ഭാസ്കർ മാഷിന്റെ ഒരു കവിതയുണ്ട്, ദേവരായ മാസ്റ്റർ സംഗീതം, അണിയറ എന്ന സിനിമ. അത് പിന്നെ യൂട്യൂബില് ഞാൻ കെ പി ഉദയഭാനു സാറിന്റെ ഒരു ഫൗണ്ടേഷൻ അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ 2008 അത് ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു. അന്ന് അതിഥികളായിട്ടുണ്ടായിരുന്നത് ONV സാറ്, ബാണി ജയറാം, സാക്ഷാൽ ഗാനഗന്ധർവൻ യേശുദാസ്, അങ്ങനെ പ്രമുഖരായ വ്യക്തികളെല്ലാം ഇരിക്കുന്ന വേദിയിൽ അനഘസങ്കൽപ്പ ഗായികേ മാനസ മണിവിപഞ്ചികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെന്റെ കിനാവുകൾ മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും തരളമാനസ മായാമരാളിക തവ മനോഹര ഗാന യമുനയിൽ സമയതീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം പോകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃതി ബിന്ദുവായി ഒഴുകുമെങ്കിലു ഞാൻ നിത്യ തൃപ്തനായി. ഒരുപാട് സന്തോഷം ചേട്ടാ കാണാനും സംസാരിക്കാനും കഴിഞ്ഞു. എന്നാലും വീണ്ടും നമ്മോടൊപ്പം ചേരണം അതിഥിയായിട്ട് കേട്ടോ. എന്തായാലും നാരായണിയായിട്ട് നമ്മൾ വീണ്ടും ഇരിക്കുന്നുണ്ട്. എന്തായാലും മോർണിംഗ് വൈബ്സ് തൽക്കാലം ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. കല്ലറ ഗോപൻ ഒപ്പം മകൾ നാരായണി ഗോപനൊപ്പം നമ്മളോട് ചേർന്നിരുന്നു. അപ്പോൾ വീണ്ടും നാളെ കാണാം. അതുവരെയും ബൈ ബൈ.